പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് 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 എവരിബഡി. ഒരിക്കൽ കൂടി വിൻറ്റൻ സാറിനോടൊപ്പം എത്താൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ മദ്യാസക്തി മാരകവും മാറാത്തതുമായ ഒരു രോഗമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിഷയമായിരുന്നു. ഇന്ന് പേജ് സുബോധ ജീവിത പുസ്തകം പേജ് 10 അഞ്ചാമത്തെ തീമായിട്ടുള്ള ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നത്. ഇന്നിപ്പോ രാജേഷ് പ്രതിദിനമാനങ്ങൾ വായിച്ചപ്പോൾ ആ പ്രതിദിനമാനങ്ങളിലുള്ള കാര്യം തന്നെയാണ് ഈ പോയിന്റിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിദിനമാനങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം നമുക്ക് പങ്കുവയ്ക്കാം. എന്താണ് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക? മിക്കവാറും ഈ ഒരു ആശയം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ നമുക്ക് ഒരു മദ്യാസക്തൻ മാത്രമല്ല, സാധാരണ എല്ലാ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും ഏറിയ പങ്കും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ചെറുപ്പം മുതൽ നമ്മൾ മറ്റുള്ളവരെ കണ്ടാണ് വളരുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ വളരുമ്പോൾ ആദ്യമൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ വളർന്ന്, സഹോദരങ്ങളുടെയും കൂടെ വളർന്ന്, പിന്നെ സ്കൂളിലെ സുഹൃത്തുക്കളുടെ കൂടെ വളർന്ന്, അവരിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ച്, ആദ്യം വീട്ടിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ച്, പിന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ കാര്യങ്ങൾ പഠിച്ച്, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചൊരു രൂപരേഖയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വളർന്നു വന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ അത് ഓരോ ആൾക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു കാഴ്ചപ്പാട് എങ്ങനെ ആയിരിക്കണം, ഞാൻ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എന്താണ്, അവരെ എങ്ങനെ കാണണം, എങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മൾ സ്വരൂപിച്ചു വെച്ചത്. അതിൻ്റെ ഒരു ആകെ തുകയാണ് നമ്മൾ. ചില ആൾക്കാരോട് നമ്മൾ ഈർഷ്യ കാണിക്കുക, ചില കാര്യങ്ങളോട് നമുക്ക് അത് യോജിച്ചു പോവാതിരിക്കുക, ചില കാര്യങ്ങളോട് നമുക്ക് വളരെ വലിയ ആർത്തി അല്ലെങ്കിൽ വലിയ ഇഷ്ടം ഉണ്ടാവുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട്. അപ്പൊ അത് കുടിയുടെ കാര്യത്തിൽ നമുക്കുണ്ടായിട്ട്. അപ്പൊ അതാണ് ആദ്യം ഇവിടെ പറയുന്നത്. നാം സാധാരണ കേൾക്കുന്ന ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന പഴയ ആപ്തവാക്യത്തിന്റെ മൂല്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ എളുപ്പമാണ്. വർഷങ്ങളായി അത് ആവർത്തിച്ച് പറയപ്പെട്ടു വന്നതിന്റെ കാരണം പലതരത്തിലും പ്രയോജനപ്പെട്ടതാണ്. ഏഴിലെ അംഗങ്ങളായ ഞങ്ങൾ കുടിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഈ ആപ്തവാക്യം ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നു. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ആപ്തവാക്യം നമ്മൾ അതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടപെടുന്നവരിൽ ഞരമ്പ് രോഗമുണ്ടാക്കുന്ന ആളുകളുമായി പൊരുത്തപ്പെടാൻ അത് ഞങ്ങളെ സഹായിക്കുന്നു. അതാണ് പ്രതിദിനത്തിലും മരണത്തിലും വായിച്ചതാണ്. അവിടെ വായിച്ചത് ഇതാണ്: മറ്റുള്ളവരുടെയോ വിശ്വാസം മറ്റുള്ളവരുടെയോ നമ്മുടെയോ ലക്ഷ്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? തീരെയില്ല. അത് വിഡ്ഢിത്തമായിരിക്കും. നാം വിശ്വസിക്കുന്നവരിൽ നന്മയ്ക്കുള്ള കഴിവുപോലെ തന്നെ ഉപദ്രവിക്കാനുള്ള കഴിവും നാം ജീവിക്കണം. എത്രമാത്രം വിശ്വാസം ഓരോ സാഹചര്യത്തിലും കൊടുക്കണമെന്ന് ഇങ്ങനെയുള്ള ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തണം. ഓരോരുത്തരും ഓരോ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ എല്ലാവരോടും ഒരേ തരത്തിലല്ല നമ്മൾ തിരിച്ചും പെരുമാറും. അപ്പൊ അവരുടെ പെരുമാറ്റ രീതി, അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മളും ഈ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുന്നത്. അതല്ലാതെ നമ്മളൊരു സ്ഥിരം കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചിട്ട് അതുപോലെ മറ്റുള്ളവർ എന്നോട് പെരുമാറണം, ഞാൻ അങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ, ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ, ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചു.
ഈ ഫ്രെയിം വെച്ചുകൊണ്ടാണ് ഞാൻ പെരുമാറുക. ആ ഫ്രെയിമിനനുസരിച്ച് മറ്റുള്ളവർ എന്നോട് പെരുമാറും. ഇത് നടക്കാത്ത കാര്യമാണ്. ഇത് ആണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വളരെ ഒന്ന് വിശകലനം ചെയ്ത് ഇത് ഈ ഒരു ധാരണ നല്ലപോലെ നമുക്കും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സുഖം കിട്ടും. ജീവിതത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ആശയത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അത് ഓരോരുത്തർക്കും അതിനുള്ള ഒരു റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില സൂചനകൾ മാത്രമാണ് നമുക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്തൂടെ പങ്കുവയ്ക്കാൻ കഴിയുക. ഓരോരുത്തരും അവരവരുടെ ഈ കാഴ്ചപ്പാടിനെ എങ്ങനെ വലുതാക്കി എടുക്കാം എന്നതിനെ കുറിച്ച് അവരവര് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കും. മൊത്തത്തിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇനി ആദ്യം ഇത് എങ്ങനെയാണ് ഈ ബന്ധങ്ങളാണല്ലോ, ബന്ധങ്ങളിൽ നിന്നാണ് നമ്മൾ സംഗതി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ആദ്യം ഉണ്ടാക്കിയെടുത്ത ചില കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നോക്കാം. ഒരിക്കൽ കൂടി നമ്മളുടെ മദ്യപാന ചരിത്രത്തെ അവലോകനം ചെയ്യുമ്പോൾ മിക്കപ്പോഴും എല്ലാ സമയത്തും മദ്യപാനത്തിന്റെ പ്രശ്നം മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും കാണാൻ കഴിയും. നമ്മളുടെ മദ്യപാനത്തിന്റെ കാരണവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മദ്യപിക്കുന്നതിന് മുമ്പും മദ്യപിക്കാനുള്ള കാരണവും മദ്യപിച്ചതിന് ശേഷവും മറ്റുള്ള ആൾക്കാരുമായിട്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. കൗമാരപ്രായത്തിൽ ബിയറും വൈനും കുടിച്ച് ഞങ്ങൾ നടത്തിയ പരീക്ഷണങ്ങൾ തികച്ചും സ്വാഭാവികമായി തോന്നുന്നു. അതൊരു രസകരമായ കാര്യമായിരുന്നു. കാരണം സമപ്രായക്കാരായ മറ്റുള്ളവർ അങ്ങനെ ചെയ്തിരുന്നതിനാലും അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതിനാലും അതിനെ തുടർന്ന് കുടി തുടരാനായി അതുകൊണ്ടൊക്കെ വേണ്ടിയിട്ടാണ് കുടിച്ചിരുന്നത്. മറ്റുള്ള ആൾക്കാർ നമ്മളെ കുറിച്ച് നല്ലത് പറയണം, അവരുടെ കൂടെ കൂടണം, അവരുമായിട്ട് സൗഹൃദം പങ്കുവെക്കണം, ഇങ്ങനെയുള്ള കാരണങ്ങളായിരുന്നു ആദ്യകാലത്ത് കുടിക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രചോദിപ്പിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പിന്നീട് വിവാഹ സദ്യകളായാലും വിരുന്നുകളായാലും ബർത്ത്ഡേ ആയാലും അവധി ആഘോഷങ്ങളായാലും അല്ലെങ്കിൽ മത്സര പരിപാടികളായാലും യാത്രകളായാലും മദ്യസൽക്കാരങ്ങളായാലും ഒക്കെ ഈ പട്ടിക ഇങ്ങനെ നീട്ടിക്കൊണ്ട് നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട് പല സമയത്ത്. ആ പട്ടികയിൽ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ മദ്യപിച്ചതിരുന്നതിന്റെ കാരണം ഒന്ന് മറ്റുള്ള ആളുകളാണ്. അവരോട് വർത്തമാനം പറയണം, അവരുടെ കൂടെ ഇരിക്കണം, സമയം ചെലവഴിക്കണം, എന്നിട്ട് അത് എൻജോയ് ചെയ്യണം. ഈ കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുടിച്ച് സന്തോഷം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങളില് കുറച്ചും കൂടി ഊഷ്മളത വരാൻ വേണ്ടി ആണ് പലപ്പോഴും കുടിച്ചിരുന്നത്. അതിന് പറ്റിയ ആൾക്കാരെ കൂടെ നിർത്തി അവരുടെ കൂടെ ആയിരുന്നു കുടിച്ചിരുന്നത്. എല്ലാവരുടെയും കൂടെ കുടിക്കാനും പോയിട്ടില്ല. ആദ്യകാലത്ത് എല്ലാവരുടെയും കൂടെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുടിക്കുന്ന ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഈ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ കുടിച്ചതിന്റെ ഭാഗികമായ കാരണം മറ്റുള്ളവരെല്ലാവരും കുടിച്ചിരുന്നു എന്നതും ഞങ്ങൾ കുടിക്കണമെന്ന് അവരാഗ്രഹിച്ചിരുന്നതും അതുകൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് അവരൊക്കെ കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കുടിക്കുന്നു. ഞാൻ കുടിക്കണമെന്ന് അവരാഗ്രഹിച്ചു, അവർക്ക് ഇഷ്ടം ഞാൻ കുടിക്കണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ കുടിച്ചു. അവരുടെ കൂടെയൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുടിക്കണം. ഇങ്ങനെ കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും കൂടി തുടങ്ങാനുള്ള ഒരു കാരണം അതാണ്. ഒരു സൗഹൃദം നിലനിർത്തണം, അവർക്ക് എന്നെയും വേണം, എന്നെ അവർക്കും വേണം എന്നുള്ളത് കൊണ്ട് അവരൊക്കെ കുടിക്കുന്നവരായതുകൊണ്ടും ആ സുഹൃത്ത് ബന്ധത്തിന്റെ തണലിലാണ് പലപ്പോഴും കൂടി തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തനിച്ചോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു രഹസ്യമായോ മദ്യപിച്ചിരുന്നവർ പലപ്പോഴും അപ്രകാരം ചെയ്തത് ആരും ഞങ്ങളെ മാത്രം അല്ലെങ്കിൽ പതിവായി എത്ര കുടിക്കാറുണ്ടെന്ന് അറിയാതിരിക്കാറാണ്. ആ സമയത്ത് ഒറ്റയ്ക്ക് പോയി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് മിണ്ടിയല്ല, ആരോടും പറയല. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയി കുടിക്കാനായി എന്ന് ആരും അറിയരുത് എന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ ആൾക്കാർ കൂടുമ്പോഴേ കുടിക്കാറുള്ളൂ, ഒറ്റയ്ക്ക് ഞാൻ പോയി കുടിക്കാറില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചിരുന്നു. വളരെ രഹസ്യമായിട്ടായിരുന്നു, മിണ്ടിയില്ല. മറ്റുള്ളവർ ഞങ്ങളുടെ കുടിയെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ കൂടി എന്ന് കൂടി കൂടുതലാണ്, എന്റെ കൂടി ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കാൻ മിക്കവാറും നമ്മളിൽ ആർക്കും തന്നെ ഇഷ്ടമായിരുന്നില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനെ തുറന്നുള്ള വിമർശനവും അതുപോലെ തന്നെ പരാതിയും ഒഴിവാക്കാനായി ഞങ്ങൾ അവരോട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ മദ്യപാനത്തിന്റെ ന്യായീകരണങ്ങൾ ചെയ്യും. അതെന്താണെന്നറിയാമോ? ഞാൻ അങ്ങനെ കുടിച്ചത് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ്
പല ന്യായീകരണങ്ങളും നിരത്തിയിരുന്നു. ഒറ്റയ്ക്ക് പോയി കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട് സൗഹൃദം നിലനിർത്താൻ വേണ്ടിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കുടിച്ചത്. അങ്ങനെ നമ്മൾ ഇതിനു മുമ്പത്തെ ആ തീമില് നമ്മൾ ചർച്ച ചെയ്ത പോലെ ഈ മദ്യാസക്ത രോഗമുള്ള ഒരു ശരീരപ്രകൃതി നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഈ മദ്യത്തെ അട്രാക്ട് ചെയ്യും. അതാണ് ഒരു അലർജി. അതിനാണ് ഒരു അലർജി എന്ന് പറയുന്നത്. അട്രാക്ട് ചെയ്യുന്ന ഒരു ശരീരമാണ് എന്നുള്ളത് കൊണ്ട് ഇവരെല്ലാവരും ഒരു 2 പെഗ് കഴിക്കുന്ന സമയത്ത് ഒരു പെഗ്ഗെങ്കിലും കൂടുതൽ കഴിക്കാനുള്ള ഒരു ശ്രമവും, അതേപോലെ ഇവരാരും കഴിച്ചില്ലെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തിയിരുന്നു. ഈ നടത്തിയ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ നമുക്ക് ഒരു മടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു മോശം കുടിക്കാരൻ എന്ന നിലയിൽ അറിയപ്പെടരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല സൗഹൃദത്തിന് വേണ്ടിയാണ് ഞാൻ ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ നമ്മള് അങ്ങനെ ഒരാള് അല്ല. നമ്മുടെ ശരീരം ഇത് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശരീരമാണ്. എന്നാൽ നമ്മുടെ കൂടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പലരുടെയും ശരീരം അങ്ങനെയല്ല. ആരുടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. എന്നാലും കൂടുതൽ പേരുടെയും അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ നുണകളൊക്കെ പറയേണ്ടി വരും. ന്യായീകരണങ്ങളൊക്കെ നടത്തേണ്ടി വരും. ഞങ്ങളിൽ ചിലരെല്ലാം കുടിച്ചതിന് ശേഷം മറ്റുള്ളവരോട് തർക്കിക്കുകയോ അക്രമാസക്തരാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ മിതമായി കുടിച്ചതിന് ശേഷം മറ്റു വ്യക്തികളുമായി കൂടുതൽ നന്നായി ഇണങ്ങിപ്പോകാമെന്ന് ഞങ്ങളെ ചിലർക്ക് തോന്നി. ഈ കുടിച്ചു കഴിഞ്ഞാൽ അലമ്പം ഉണ്ടാക്കുന്നത് കൂടുതൽ കുടിച്ചിട്ടാണ്. എന്നാൽ കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ രസകരമായിട്ട് പോകാൻ കഴിയും. അപ്പൊ കുടി എപ്പോഴും കൂടുതലാവാൻ പാടില്ല, കുറച്ചേ പാടൂ എന്ന ഒരു നിബന്ധന കൊണ്ടുവന്നു. സൗഹൃദ സായാഹ്നത്തിൽ പിരിമുറുക്കമുള്ള വിൽപ്പന ജോലിയിൽ തൊഴിൽദാതാവുമായുള്ള അഭിമുഖത്തിൽ എന്നിങ്ങനെ ഏത് സാഹചര്യത്തിലും ഈ കുടിക്കുന്നത് രസകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞങ്ങള് വേനപ്പാറയില് ഞങ്ങളുടെ നാട്ടില് വേല വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 2000-ലാണോ എനിക്ക് തോന്നുന്നു, 2000-2001 ഞങ്ങളൊരു കുടിയന്മാര് 8 കുടിയന്മാര് ചേർന്ന് ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കി. അതായത് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. അതിന്റെ പേര് സാറ്റർഡേ ക്ലബ്ബ് എന്നായിരുന്നു. അപ്പൊ കുടി എല്ലാവരെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ലിമിറ്റ് ചെയ്യണം. നമുക്ക് ഒരു പണി ചെയ്യാം, നമുക്ക് സാറ്റർഡേ മാത്രമാക്കിയിട്ട് കുടിക്കാം. സാറ്റർഡേ അത് തന്നെ 2 ലിറ്റർ വാങ്ങിയിട്ട് 8 പേര് കുടിക്കാം. അതായത് 1 ലിറ്റർ 4 പേര്, 500 2 പേര് കുടിക്കും. അത്രയാണ് അതിന്റെ ഒരു അളവുണ്ട്. അങ്ങനെ അളവൊക്കെ നിശ്ചയിച്ച് ഞങ്ങൾ അതിനൊരു ക്ലബ് ഉണ്ടാക്കി. അതിന് പ്രസിഡന്റും സെക്രട്ടറിയും തെരഞ്ഞെടുത്തു. എന്നിട്ട് സാധനം വാങ്ങി വെക്കുക. അന്ന് ഭക്ഷണം വേണം. അല്ല, നിർബന്ധമായും ഭക്ഷണത്തോടു കൂടിയുള്ള പരിപാടിയായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒരു റൂം എടുത്തു. അതിന് വാടക ഞങ്ങൾ കൊടുത്തു. അതായത് കുടി കൂടി എന്ന് മനസ്സിലായി. എന്നാലും സൗഹൃദം നിലനിർത്തുകയും വേണം. കുടിച്ചുള്ള സൗഹൃദം ഉണ്ടാവുകയും വേണം. എന്നാൽ കുടി കുറയ്ക്കുകയും വേണം, ലിമിറ്റ് ചെയ്യാൻ വേണം എന്നുള്ള രീതിയിലുള്ള ഉണ്ടാക്കിയ ഒരു സാറ്റർഡേ ക്ലബ്ബാണ്. അത് ഏകദേശം ഒരു ജൂണിലാണ് തുടങ്ങിയത്. 2000-ലാണ് 2001-ലാണോ? 2001-ലാണ്. അല്ലല്ല, 2000-ലാണ് തുടങ്ങി. എന്നിട്ട് അത് ജൂണിൽ തുടങ്ങി. അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് പോയി. എല്ലാവരും കുടിയൊക്കെ കുറച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് ഈ റൂമില് റൂം അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ റൂമിന്റെ 2ാം നിലയിലുള്ള റൂമിന്റെ താഴെ ഒരു കച്ചവടക്കാരൻ. അയാളും ഇതിന്റെ അകത്തുള്ള ആളാണ്. അപ്പൊ അയാള് ഇടയ്ക്ക് ഞങ്ങളോട് ചോദിച്ചു, അല്ല എന്റെ ചില സുഹൃത്തുക്കൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കുടിക്കാൻ സാധനം കൊടുക്കാൻ റൂം തുറക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അതിനെന്താ, കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തു. അങ്ങനെ പിന്നെ ആരെങ്കിലും കൊണ്ടുവന്നാൽ റൂമിൽ വെച്ച് കഴിക്കാവോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഓരോ അമെന്റ്മെന്റ് വരുത്തി ഓരോരുത്തരും അമെന്റ്മെന്റ് വരുത്തി അങ്ങനെ പോയി. അതിനിടയ്ക്ക് ഞങ്ങള് ജനുവരി മാസമായപ്പോൾ ഞങ്ങള് ഈ 8 പേരുടെ കുടുംബങ്ങൾ ചേർന്ന് ഒരു ടൂറൊക്കെ പോയി. കാരണം ഈ കുടിക്ക് ബാക്കി മാറ്റി വെച്ച പൈസ അത് നമുക്ക് രസകരമായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ജനുവരിയിൽ എറണാകുളത്ത് കൊച്ചി ഷിപ്പ്യാർഡിലേക്കൊക്കെ ടൂറ് പോയതൊക്കെ നല്ല രസകരമായിരുന്നു. ഇപ്പൊ ഒരു 6 മാസം ഈ സാറ്റർഡേ ക്ലബിന്റെ വൻ വിജയം ഞങ്ങൾ ആഘോഷിച്ചു.
പക്ഷെ അതില് ഒരാള് ടൂറിന്റെ അന്ന് കുറേശ്ശെ അടിക്കാമെന്ന് വിചാരിച്ച് വാങ്ങി, അങ്ങനെ അങ്ങനെ അയാൾ ഇത്തിരി ഓഫായി പോയി. ഏതായാലും തിരിച്ചു വന്ന ടൂറൊക്കെ കഴിഞ്ഞ് പിന്നെ ആയപ്പോഴേക്കും ഇതിന്റെ അളവ് ഇങ്ങനെ കൂടി ആൾക്കാരെ കുടിക്കാൻ തുടങ്ങി, ആ റൂമിൽ കൊണ്ടുവന്ന് കുടിക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു 2 ലിറ്റർ തികയലാന്ന് തോന്നിയപ്പോ അഡ്വാൻസ് ആയിട്ട് അടിച്ചിട്ട് വരാൻ തുടങ്ങി. എന്തിനു പറയുന്നു, ലാസ്റ്റ് ആയപ്പോൾ അതൊരു ബാറായി. എല്ലാ ദിവസവും സാധനം അവിടെ ഉണ്ടാകുന്ന ഒരു ബാറായിട്ട് മാറി. പിന്നെ അത് അവസാനം ഒരു 6 മാസം കൂടിയേ പോയുള്ളൂ, അത് കൂട്ടുകയും ചെയ്തു. അത് പരിപാടി നിർത്തി. സാറ്റർഡേ ക്ലബ്ബ് കൂട്ടി, ഒരു വർഷമേ ആവും സാറ്റർഡേ ക്ലബ്ബ് പോകും. പക്ഷെ ആദ്യത്തെ 6 മാസം ഗംഭീരമായി പോയി. ടൂറ് കഴിഞ്ഞതോടുകൂടി സംഗതി അതിന്റെ ഇത് മാറി. അപ്പോ ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിച്ച് നിർത്താമെന്ന ഒരു ആഗ്രഹം എല്ലാ കുടിയന്മാരിലും ഉണ്ടായിരുന്നു. അതില് 3 പേര്, അതിൽ 2 പേര് ഇപ്പോ ഒരു ആത്മഹത്യ ചെയ്തു. ആ സാറ്റർഡേ ക്ലബ്ബിൽ ഉണ്ടായി. ഓക്കെ, മദ്യാസക്തരായിരുന്നു അവര്. ഏതായാലും നമ്മള് മദ്യപാനത്തിന്റെ ഫലമായി പലരും നമ്മളെ സ്നേഹിതരെ തെരഞ്ഞെടുത്ത് അവർ എത്രമാത്രം കുടിക്കുമെന്നതിനെ ആശ്രയിച്ചാണ്. അവരുടെ മദ്യപാന ശൈലിയുമായി യോജിക്കാതെ വരുമ്പോൾ സ്നേഹിതരെ നാം മാറ്റുക പോലും ചെയ്തിരുന്നു. പലപ്പോഴും കുടിയുടെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വന്ന സമയത്ത് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് മാറ്റി 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 പിടിച്ചു. കാരണം ചിലരുടെ കൂടെ കുടിച്ചാൽ ശരിയാവൂല, അവനെ ഒഴിവാക്കും, വേറെ അവന്മാർക്ക്. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് തികഞ്ഞ കുടിയന്മാരെ ആയിരുന്നു, അല്ലാതെ പേരിന് 1-2 പെഗ് മദ്യം കഴിക്കുന്നവരെ ആയിരുന്നു. തീർത്തും കുടിക്കാത്തവരെ ഞങ്ങൾ ഒഴിവാക്കുകയും. അപ്പൊ അത്ര ആയപ്പോഴേക്കും തീർത്തും കുടിക്കാത്തവരെ കംപ്ലീറ്റ് ഒഴിവാക്കി, 1-2 പെഗ് കഴിക്കുന്നവരെ ഒഴിവാക്കി, നന്നായി അവസാനം എത്തിയപ്പോഴേക്കും നന്നായി മദ്യപിക്കുന്നവരെ മാത്രമുള്ള സുഹൃത്തുക്കളായി മാറി. ഈ കുടിയോടുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ വിപരീതമായ പ്രതികരണം ഞങ്ങളെ കുറ്റബോധമുള്ളവരും കുപിതരുമാണ്. കുട്ടിയെക്കുറിച്ച് വീട്ടുകാര് എതിർത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം കുറ്റബോധം ഉള്ളിൽ വരും. കാരണം വെറുതെ കയ്യിലിരുന്ന പൈസ കൊടുത്തിട്ടാണ് ഈ സംഗതി ഇങ്ങനെ ആക്കിയത്, എന്നിട്ട് കച്ചറയായി മാറി എന്നുള്ള ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം നിലനിൽക്കുകയും എന്നാൽ അത് പുറമേ കാണിക്കാതെ വലിയ വാചകം അടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അതേപോലെ എന്റെ കൂടെ ഉള്ളവർക്കും. ജോലി സ്ഥലത്ത് ഒരു മേലുദ്യോഗസ്ഥനോ സഹപ്രവർത്തനോ ഞങ്ങളുടെ കുടിയെ എതിർത്താൽ ഞങ്ങളിൽ ചിലർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. ആളുകൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഞങ്ങളെ വെറുതെ വിട്ടെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എപ്പോഴും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളുടെ കുടിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. കുടി ഏപ്പ കണ്ടാലും ഇല്ലേ, വെറുതെ ഇങ്ങനെ കുടിക്കാതെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ കുടി, ഇന്ന് പച്ചയാണല്ലോ, ഇന്നൊന്നും ഇല്ലേ, ഇന്ന് എവിടെ ഒന്നും കിട്ടിയില്ലേ, ആരും ഒന്നും ഇല്ലേ, ഇങ്ങനെയുള്ള കമന്റുകൾ നേരെ നടക്കും. ഇനി അഥവാ പൂസായിട്ട് നടക്കുകയാണെങ്കിൽ അത് ആ രീതിയിലുള്ള കമന്റ്. എന്തായാലും കമന്റ് മറ്റുള്ളവരുടെ എടുക്കുന്നു നെഗറ്റീവ് കമന്റ്സുകൾ വന്നു. ആ സമയത്ത് ഭയങ്കരമായ അസ്വസ്ഥതകൾ ഇങ്ങനെ വരും. കുടിക്കാതെ ഇരുന്നാലും ചിലപ്പോൾ കുടിച്ചു എന്ന് ചിലപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്, പിന്നെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുന്നുണ്ടാവും, അല്ലാണ്ട് കുടിക്കാണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല എന്ന് പറയുന്ന കമന്റ് പറയുന്നവരെ തെറ്റാണ്. അങ്ങനെ ആൾക്കാര് പറഞ്ഞു വന്നത്, മറ്റുള്ള ആൾക്കാര് സൗഹൃദമുള്ളവരായാലും സൗഹൃദമില്ലാത്തവരായാലും നമ്മളോട് ഇടപെടുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെട്ട രീതി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ അസ്വസ്ഥത, ആ അസ്വസ്ഥത അടുത്ത കുടിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഈ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ആൾക്കാരെല്ലാം നമ്മളുടെ കുടിയെക്കുറിച്ച് മോശമായിട്ടാണ് കാണുന്നത്, നമ്മൾ പെരുംകുടിയനായിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു. അങ്ങനെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ പോലും എനിക്ക് സംശയം തോന്നും, ഇയാള് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അത് ഞാൻ ആ ഒരു ആംഗിളിലാണ് ചിന്തിക്കുന്നത്. കാരണം ഞാൻ കുറച്ച് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിനെ ജനറലൈസ് ചെയ്യും, എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ ഒരു പൊതു തത്വം രൂപീകരിക്കും. അങ്ങനെ പൊതു തത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ആണ് നല്ല വർത്തമാനം പോലും എന്നോട് പറയാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാരൊക്കെ എത്തി. കാരണം അവരൊക്കെ അങ്ങനെ പറഞ്ഞാല് എനിക്ക് അത് തിരിച്ചാ തോന്നുക. അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ അങ്ങനെ പെട്ടെന്ന് അപരാധ ബോധത്താൽ ഞങ്ങൾ ചുറ്റുമുള്ളവരോട്
തൊട്ടാവാടി സ്വഭാവത്തോടെ പ്രതികരിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കിട്ടിയ ആൾക്കാരെ കൊടുത്തു വർത്താനം ഉണ്ടാവും. അപ്പൊ അയാൾ ചോദിച്ചു, നീ എന്തിനാണ് കിടന്ന് ചൂടാവുന്നത്? പിന്നെ ഞാൻ ചൂടാവാതെ നീ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് അയാളോട് പെട്ടെന്ന് തട്ടിക്കയറാൻ തുടങ്ങി. അയാള് ചിലപ്പോ ഒരു നിരുപദ്രവകാരിയായ അത്തരം ഒരു സംഭാഷണമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക. പക്ഷെ അതിനെ നമ്മൾ എടുക്കുന്നത് നേരെ തിരിച്ചാണ്. കാരണം നമ്മൾ മനസ്സ് ആ തരത്തില് ട്യൂൺ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഓരോരോ വിരോധങ്ങൾ ഉള്ളിൽ വെച്ച് താലോലിച്ചുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. ചില ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ബാറുകൾ മാറി, ജോലികൾ മാറി, അല്ലെങ്കിൽ പുതിയ താമസ സ്ഥലത്തേക്ക് മാറി. ഈ പറഞ്ഞ ആൾക്കാരെ ഈ ചൊറിയുക എന്ന് പറയും. ഇങ്ങനെ ചൊറിയന്മാരുണ്ടാവും ഒരുപാട് പേര്. അപ്പൊ അവര് ഈ ചൊറിച്ചിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ബാറ് മാറുക, അതുപോലെ തന്നെ സ്ഥലം മാറുക, ആ ജോലി സ്ഥലം മാറുക, അങ്ങനെ നമുക്ക് മാറി മാറി പോയി. കാരണം ഒരു രക്ഷയില്ല. ആൾക്കാർ എപ്പോഴും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒക്കെ നോക്കിയാൽ മനസ്സിലാവുക, മറ്റുള്ള ആൾക്കാരാണ് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. ആൾക്കാർ അവര് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ വീട്ടിൽ ചെന്നാലും വീട്ടിലുള്ള ആൾക്കാർ, ഭാര്യ ആയാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും, അവരും നമ്മളെ എവിടേക്ക് ഇറങ്ങിയാലും ആൾക്കാർ ഒരുതരം നോട്ടമാണ്. ആ നോട്ടം കാണുമ്പോഴേക്കും ദേഷ്യം വരും. അങ്ങനെ ശരിക്കും നമ്മളുടെ ഒരു അവസ്ഥ, നമ്മൾ അവസ്ഥ ഈ കുടിക്കണം എന്നുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട്. നമ്മളൊരു മദ്യാസക്ത രോഗിയാണ്. അതുകൊണ്ട് തന്നെ അറിയാണ്ട് പോയി കുടിച്ചു. അങ്ങനെ അവസാനം ഒറ്റയ്ക്ക് പോയി കുടിക്കാൻ നോക്കും. അങ്ങനെ ഒറ്റയ്ക്ക് പോയി കുടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ചങ്ങാതിമാരെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം വേണമെന്നുള്ള തോന്നലുള്ളതുകൊണ്ട് അവസാനം ഒറ്റയ്ക്കാവൂല, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ അതിന്റെ മുകളിൽ എന്തെങ്കിലും വർത്താനൊക്കെ പറയും. നമുക്ക് ഇഷ്ടപ്പെടാത്ത വർത്തമാനാണ് പലപ്പോഴും ഉണ്ടാവുക. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, നമുക്കത് ഇഷ്ടപ്പെടാത്ത, നമ്മളുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നതിന് നമ്മളൊരു ഒരു പരിധി വല്ലാതെ കുറഞ്ഞ പരിധി. അതുകൊണ്ട് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ നമുക്ക് ദേഷ്യം. ഞങ്ങളെ കൂടാതെ വളരെയധികം ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു പരിധി വരെ ഞങ്ങളുടെ കുടിയുമായി പങ്കുണ്ടായിരുന്നു. ഇതില് നല്ല വർത്താനം പറയുന്നവരായാലും മോശം വർത്താനം പറയുന്നവരായാലും നമുക്ക് ആകെ അസ്വസ്ഥത വരും. ഈ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ഓർമ്മ കൂടെ കഴിക്കാം. അപ്പോ പലപ്പോഴും ആദ്യകാലത്ത് കുടിക്കാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നീട് ഈ അസ്വസ്ഥത ഇല്ലാതാക്കാൻ വേണ്ടി, ഈ അസ്വസ്ഥത ആ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ നമ്മളുടെ തൊഴിലോ നമ്മളുടെ ആരോഗ്യമോ ആയിരുന്നില്ല, മറിച്ച് നമ്മളുടെ ബന്ധങ്ങളായിരുന്നു ഈ അസ്വസ്ഥത ഉണ്ടാക്കി. വീട്ടിലായാലും നാട്ടിലായാലും കുടുംബസഭയിലായാലും ബാറിലായാലും എവിടെയായാലും. അപ്പോ കുടി നിർത്തിയാലും ഇത് തന്നെയാണ് പ്രശ്നം. ഈ ബന്ധങ്ങളാണ് പിന്നെയും കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവര് നമ്മളോട് പെരുമാറുന്ന രീതി നമ്മൾ വിചാരിച്ച പോലെ. നമ്മൾക്കൊരു കണ്ണുണ്ട്, ആ കണ്ണിലൂടെയാണ് നമ്മൾ ഇവരൊക്കെ കാണുന്നത്. ആ കാ ആ കാണുമ്പോൾ അവർ ചിരിച്ചാൽ പോലും നമുക്ക് അത് നല്ല ചിരിയായിട്ട് തോന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ കുടി നിർത്താൻ. എല്ലാവരും എന്നിട്ട് നമ്മൾ തന്നെ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും, എന്നെ ആർക്കും വേണ്ട. എന്നിട്ട് പറയും, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നോട് എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നോട് പുച്ഛമാണ്, ഞാൻ പറഞ്ഞൊരു വിലയില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു മോശക്കാരനാണ്, മറ്റുള്ളവരെല്ലാം നമ്മൾ താത്തിക്കെട്ടുകയാണ് എന്ന്. ശരിക്കും ഇത് ഞാൻ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതല്ല അതിന്റെ കാരണം. ഞാൻ എൻ്റെ മനസ്സിന് ഈ കുടി തുടങ്ങിയ കാലം തൊട്ട് എൻ്റെ മനസ്സ് വലുതാവുകയല്ല ചെയ്യുന്നത്, ചെറുതാവുകയാണ്. അവിടെയാണ് ഈ ശരിക്കും പ്രശ്നം സംഭവിച്ചത്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് വേണ്ട ഒരു സാധനം. നമ്മുടെ മനസ്സിന്റെ ജീവി വളരെ കുറഞ്ഞ ഒരു ജീവിയായിട്ട് മാറി. കാരണം
മനസ്സ് വലുതാവണമെങ്കിൽ കുറേ സംഭവങ്ങൾ വേണം. അത് ഏഹ്, എന്താ പറയാ, അൺലിമിറ്റഡ് GB ഉള്ള ഒരു മനസ്സായിട്ടാണ് നമ്മൾ അൺലിമിറ്റഡ് ആണ്. അതിന്റെ എത്ര സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമ്മളൊക്കെ അറിയാം, നമ്മൾ മൊബൈലൊക്കെ വാങ്ങിയ കാലത്ത് ഇത് 16 GB ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ സ്റ്റോറേജ് കുറഞ്ഞു കഴിഞ്ഞ് ഇത് ഹാങ് ആവാൻ തുടങ്ങിയപ്പോൾ അത് 32 GB ഉയർന്നു. പിന്നെ അത് 64 GB ഉയർന്നു. അത് 128, 256, 112, 1024 തുടങ്ങിയിട്ടുള്ള GB ഇപ്പോൾ മൊബൈൽ ഫോൺ GB ഉയർന്നു. അതായത് അതിന്റെ സ്പേസ് വർദ്ധിച്ചു. അത് എത്ര വേണമെങ്കിലും അതിൻ്റെ അകത്ത് സേവ് ചെയ്യാം നമ്മുടെ നിലയിലേക്ക് വന്നു. എത്ര വീഡിയോ വേണമെങ്കിലും സേവ് ചെയ്യാം. ഒക്കെ ആണെങ്കിൽ 2 വീഡിയോ സേവ് ചെയ്യുമ്പോഴും അതിൽ GB ഫുള്ളായതാണ്. അങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ മൊബൈൽ വന്നപ്പോൾ അത് നമ്മൾ മാറി വാങ്ങാൻ കാരണം അതിന്റെ GB സ്റ്റോറേജ് സ്പേസ് കൂടി എന്നുള്ളത്. ഇതേ സംഗതി തന്നെയാണ് നമ്മുടെ മനസ്സ്. എന്നാണോ ഇത് കുടിക്കാൻ തുടങ്ങിയത് അന്ന് വരെ ഇതിന്റെ GB മനസ്സിന്റെ സ്റ്റോറേജ് സ്പേസ് കൂടിക്കൂടി വന്നു. വന്നത് പിന്നെ കുടിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ അതിന്റെ സ്റ്റോറേജ് കുറയ്ക്കുക ചെയ്തത്. അതായത് നമ്മൾ ഒതുങ്ങി 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 ഒതുങ്ങി. ഈ സ്റ്റോറേജ്, മനസ്സിന്റെ സ്റ്റോറേജ് കൂട്ടുന്ന കുറേ പണികളുണ്ട്. അതൊന്നും ചെയ്തില്ല. സ്റ്റോറേജ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് സൗഹൃദങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് ഒരു മാർഗം. പുതിയ പുതിയ സൗഹൃദങ്ങൾ, ആൾക്കാരുമായിട്ട് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അതേപോലെ നല്ല വായന സ്റ്റോറേജ് കൂട്ടും. നല്ല കളികള് അത് സ്റ്റോറേജ് കൂട്ടും. അങ്ങനെ കുറെ സംഗതി ഉണ്ട്. നമുക്കറിയാം, ഈ പെട്ടെന്നൊന്നും പ്രകോപിക്കാത്ത കുറെ ആൾക്കാരെ നമ്മൾ കണ്ടു. ഈ രാഷ്ട്രീയ നേതാക്കൾ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവര് നേരെ നിന്ന് ചീത്ത വിളിച്ചാലും അവർ ചിരിക്കും. കാരണം അവരുടെ മനസ്സിലേക്ക് അത് കയറില്ല. കാരണം അവര് കുറെ കേട്ടതാണ്. കാരണം അവരുടെ GB ഒരുപാട് ആൾക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നത് കൊണ്ട് അവരുടെ മനസ്സ് വലിയതായിരിക്കും. വിശാലമായ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അതേസമയം ഒരു ആ വീട്ടിന്റെ അകത്ത് ഒതുങ്ങി കഴിയുന്ന ഒരാള്, അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്ത ഒരാൾ, ഒതുങ്ങി കഴിയുന്ന ഒരാളുടെ മനസ്സിന്റെ GB വളരെ കുറവായിരിക്കും. അയാള് ജീവിക്കുന്നുണ്ട്, മറ്റേയാളും ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് വീടിന്റെ അകത്ത് നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ അയാൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും എങ്ങനെ ജീവിക്കുന്നു. ആ കാഴ്ചപ്പാടിന് കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വേണം. അതിന് പുറത്തുനിന്ന് ഒരു കാര്യമാണ് ഇയാൾക്ക് തീരെ അത് സഹിക്കാൻ പറ്റും. കാരണം എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, എന്റെ കാഴ്ചപ്പാടിനനുസരിച്ചല്ല ഇത്. ചില വീട്ടിലുള്ള ആൾക്കാർ കാണാം, ഈ പെട്ടെന്ന് എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ്. അത്തരം ആൾക്കാര് എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചല്ല ബാക്കിയുള്ളവരൊക്കെ പെരുമാറുന്നു. അതിനെ ഉൾക്കൊള്ളാൻ പോലുള്ള മനസ്സിന്റെ സ്ഥലം ഇയാൾക്കില്ല. അതുകൊണ്ട് ഇയാൾ എല്ലാത്തിനും കയറി എപ്പോഴും കയറി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റും കാണും. അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വലുതല്ല. ഒന്നുകിൽ അവർ വളർന്നു വന്ന ജീവിത സാഹചര്യം കൊണ്ട്, പിന്നെ അവര് അത് മനസ്സിന്റെ വലിപ്പം വർദ്ധിക്കാനുള്ള ഒരു പരിപാടിയിലും അയാൾ ഏർപ്പെടാത്തത് കൊണ്ട് തന്നെ അയാള് അതുവരെയുള്ള അയാളുടെ അനുഭവം വെച്ചുകൊണ്ട് എങ്ങനെ ആയിരിക്കണം ജീവിതം എന്ന് അയാൾ ഉണ്ടാക്കി വെച്ച ഒരു കാഴ്ചപ്പാട്. മറ്റുള്ളവർ എങ്ങനെയായിരിക്കണം, ഞാൻ എങ്ങനെയായിരിക്കണം, മറ്റുള്ളവർ എങ്ങനെയായിരിക്കണം, സംഭവങ്ങൾ എങ്ങനെയായിരിക്കണം, കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വട്ടമുണ്ട്. ഈ വട്ടത്തിന് പുറത്തുള്ള ഒരു കാര്യം വരുമ്പോൾ ഇയാൾക്ക് അതിന് യോജിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇയാളോട് സംസാരിക്കുമ്പോൾ, മറ്റേ ആളോട് സംസാരിക്കുമ്പോൾ അത് അയാളുടെ രീതിക്കനുസരിച്ചാണ് അയാൾ നമ്മളോട് പറയുന്നത്. പക്ഷെ അത് എന്റെ രീതിക്കനുസരിച്ച് അല്ലാതെ ആയി വരുമ്പോൾ എനിക്ക് അയാളോട് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ പലപ്പോഴും ഈ പൊരുത്തപ്പെടാനാവാതെ പോകുന്നത് ഞാൻ എൻ്റെ ഒരു ദുർബലമായ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ GB ഉള്ള ഒരു മനസ്സുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നിനോടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലാം നമുക്ക് എതിരായിട്ടാണ്. കാരണം ഞാൻ എൻ്റെ ഒരു താവട്ടത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ഈ ലോകത്ത് എന്ത് നടക്കാനാണ്? ഒന്നും നടക്കാനില്ല.
എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അസ്വസ്ഥനാവുകയല്ലാതെ വേറൊരു മാർഗം. ഈ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുടിക്കാൻ പോകും. ഈ അസ്വസ്ഥത വരാനുള്ള കാരണം, ഈ മനസ്സിന്റെ ജീവി കുറയാനുള്ള കാരണവും നമ്മളുടെ കുടിയാണ്. ഈ കുടിക്കാൻ പോയപ്പോ എന്താണ്, ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നു. ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നു കുടിക്കാനാണ്. ആ കുടിക്കാൻ പോയി കഴിയുമ്പോൾ ആ കുടിക്കുന്ന സ്ഥലത്തുള്ള മൂന്നോ നാലോ പേരാണ് ഉണ്ടാവുക. അവരുടെ ലോകത്താണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ലോകങ്ങളെ കുറിച്ചൊന്നും അറിയുകയോ അതിനോട് പൊരുത്തപ്പെടാനുള്ള അവസരം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല, പൊരുത്തപ്പെട്ട് നിൽക്കുന്നില്ല. ഇപ്പൊ വീട്ടിൽ വന്നാലും വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒരു തുറന്ന ചർച്ചയും സംസാരവും ഒന്നുമില്ല. വളരെ കുറഞ്ഞ സംസാരത്തിലേക്ക് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സ്പേസ് വളരെയധികം കുറഞ്ഞു പോയി. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മോട് പെരുമാറുന്നതൊന്നും ഇഷ്ടപ്പെടാതെ വരും. ഈ ഇഷ്ടപ്പെടാതെ വരുന്ന സമയത്ത് കുടിക്കുന്ന സമയമാണെങ്കിൽ പോയി കുടിക്കാമായിരുന്നു. ഇപ്പൊ കുടി നിർത്തി കഴിയുമ്പോഴോ, കുടി നിർത്തി കഴിയുമ്പോഴാണ് പ്രശ്നം. കുടി നിർത്തി കഴിയുമ്പോഴും ഈ പറഞ്ഞ ആൾക്കാർ പെരുമാറുന്ന പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനാവുന്നു. ആ അസ്വസ്ഥത മാറണമെങ്കിൽ എന്താ മാർഗം എന്ന് എനിക്ക് നേരത്തെ അറിയാം, പോയി രണ്ടെണ്ണം അടിച്ചാൽ മതി. അങ്ങനെയാണ് ഈ കുടി നിർത്തിയ പല ആൾക്കാരും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സഹായമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പിന്നെയും കുടിക്കാൻ പോയിരുന്നത്. ഒരു മാസം 2 മാസം ഒക്കെ കുടി നിർത്തി കഴിഞ്ഞ് പിന്നെയും കുടിക്കാൻ പോകും. കാരണം പെട്ടെന്ന് അസ്വസ്ഥനാവുകയാണ്. കാരണം ഒരാളും ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല പെരുമാറുന്നത്. ഒരാളും എന്നോട് അങ്ങനെയല്ല സംസാരിക്കുന്നത്. ആൾക്കാര് ബുദ്ധിമുട്ടാക്കിയിട്ടാണ്. അങ്ങനെ ഒരു അസ്വസ്ഥത വന്ന് എത്ര നേരം ഈ അസ്വസ്ഥത കുറിച്ചോണ്ടിരിക്കുക. അത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ തോന്നുക ഒരെണ്ണം പോയി അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഓർമ്മയില്ലാതെ പോകുന്നത്. ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്നുള്ള അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരെണ്ണം പോയി അടിക്കാൻ പോയി കഴിഞ്ഞാല് ഒന്നും രണ്ടും മൂന്നും അല്ല, ഏതായാലും അടിച്ചില്ലേ, 4, 5, 6 ഏതായാലും സൗകര്യം പോലെ അടിച്ച് തിരിച്ചു വരും. അത് പഴയതിനേക്കാളും പക്ഷെ അപ്പൊ ശാരീരിക രോഗം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിന്റെ വലിപ്പം, രീതി, സ്റ്റോറേജ് വളരെ കുറവാണ് എന്നുള്ളതും അറിയുന്നു. നമുക്ക് നമുക്ക് ബോധമുണ്ട്, കണ്ണ് തുറന്നിരിക്കുന്നു, നമ്മൾ ചുറ്റും കാഴ്ചകൾ കാണുന്നു, എല്ലാ സാധാരണ മനുഷ്യർ. നമുക്ക് വലിപ്പമുണ്ട്, നല്ല 5.5 അടിയോ 6 അടിയോ ഹൈറ്റ് ഉണ്ട്, നല്ല വണ്ണമുണ്ട്, എല്ലാം നമുക്കുണ്ട്. ഏഹ് പക്ഷെ എന്താണ് ഈ പറഞ്ഞ കാഴ്ചപ്പാടിലുള്ള ആ ഒരു മനസ്സിന്റെ വലിപ്പം നമ്മൾ വളരെ കുറവാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾക്ക് ഒന്നാമത്തെ കാണാൻ പറ്റുന്നില്ലല്ലോ, തന്നെയല്ല നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് ഞാനാണ് ശരി, കാരണം ഞാൻ പറയുന്നത് പോലെയാണെങ്കിൽ, ഞാൻ വിചാരിക്കുന്ന പോലെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ വിചാരിക്കുന്നതിന് എതിരാണല്ലോ നടക്കുന്നത്. ഞാൻ വിചാരിക്കാനുള്ള സ്പേസ് ഇത്രയല്ലേ ഉള്ളൂ. ഇത്ര സ്പേസിൽ വെച്ചുകൊണ്ടാണ് എന്റെ വിചാരം. ലോകം എന്ന് പറയുന്നത് അത് വളരെ വിശാലമായ ഒരു സംഭവമാണ്. ആൾക്കാര് അത് വളരെ വ്യത്യസ്തരാണെന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. അപ്പൊ ഇനി എയിൽ വന്നതിന് ശേഷം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഞാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അനന്യനാണെന്ന്. അനന്യനാണ്, യുണീക്കാണ്. എന്നെ പോലെ ഇതുവരെ ഒരാളും ഇതുവരെ ജനിച്ചു, ഇനിയൊട്ട് ജനിക്കാൻ പോകുന്നു. ഇന്ന് ലോകത്ത് 850 കോടി ജനങ്ങളുണ്ട്. ആ 850 കോടിയിൽ പരം ജനങ്ങളുണ്ട്. ഈ ഈ ജനങ്ങളെ ഒക്കെ തന്നെ വ്യക്തിപരമായ ഐഡന്റിറ്റി ഉള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ എല്ലാം ഫിംഗർ പ്രിന്റ് 850 കോടി പരം തരമാണ്. എന്റെ ഫിംഗർ പ്രിന്റ് പോലെ ഈ ലോകത്ത് വേറെ ഒരാൾക്കില്ല. എന്റെ കണ്ണിന്റെ ഒരു അടയാളങ്ങളുണ്ട്, അതും എനിക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഞാൻ അത് 2 എക്സാമ്പിൾ പറഞ്ഞത്, എന്നെ പോലെ ഞാൻ മാത്രമുള്ളൂ. അതുപോലെ തന്നെ എന്നെ പോലെ ചിന്തിക്കുന്നതും ഞാൻ മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം എന്നെ പോലെ ചിന്തിക്കണമെന്നും അവരെല്ലാവരും ഞാൻ വിചാരിക്കുന്നത് പോലെ പെരുമാറണമെന്നും വിചാരിക്കുന്നത് ഇത്രയും വലിയ മണ്ടത്തരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവരെല്ലാവരും മനുഷ്യരല്ലേ, എന്നോട് എങ്ങനെ പെരുമാറിക്കൂടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരു ചിന്ത, ഞാൻ ഒരു എന്താ പറയാ അനന്യനാണ്, ഒരു
ഒരു പ്രത്യേക ജീവിയാണ്. എന്നെ പോലെ ഞാനേ ഉള്ളൂ. അപ്പൊ എന്റെ കാഴ്ചപ്പാട് പോലെ എനിക്ക് മാത്രമേ കാഴ്ചപ്പാടുള്ളൂ. എനിക്ക് കാഴ്ചപ്പാടുള്ളത് പോലെ തന്നെ ഈ പറയുന്ന കക്ഷികൾക്കെല്ലാം കാഴ്ചപ്പാട്. എന്റെ ഭാര്യയ്ക്ക് കാഴ്ചപ്പാടുണ്ട്, എന്റെ മക്കൾക്ക് കാഴ്ചപ്പാടുണ്ട്, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കാഴ്ചപ്പാടുണ്ട്, എന്റെ കൂട്ടുകാർക്കും കാഴ്ചപ്പാടുണ്ട്. എല്ലാവർക്കും കാഴ്ചപ്പാടുകളുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. ആ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാടുമായിട്ട് പൊരുത്തപ്പെട്ടുകൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. അങ്ങനെ പൊരുത്തപ്പെടുന്ന കാഴ്ചപ്പാടുകൾ ഉള്ളവർ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും വ്യത്യസ്തമാണ്. അവര് നമ്മൾ നമ്മളെ കുറിച്ച് വ്യത്യസ്തമായിട്ടാണ് കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യം കുറച്ചു പേർക്കേ അത് ഇഷ്ടപ്പെടും. ബാക്കി കുറെ പേര് അതിൻ്റെ അകത്ത് അവരുടെ കാഴ്ചപ്പാടിന് വിപരീതമായതുകൊണ്ട് അവർ ചോദിക്കും നീ എന്താ അത് അങ്ങനെ ചെയ്തു, നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തും. കാരണം അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, എന്റെ കാഴ്ചപ്പാട് പോലെയാണ്. എന്റെ ഒരു കാഴ്ചപ്പാട് പോലെ മറ്റാർക്കും കാഴ്ചപ്പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ആശയം ശരിക്കും അങ്ങോട്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. കാരണം ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ എന്നോട് പറയുമ്പോൾ അത് എന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അയാൾ പറയുന്നത് അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ്, എന്റെ കാഴ്ചപ്പാട് വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഇനി അയാളോട് പൊറുക്കാൻ പോകുന്നില്ല. എന്റെ കാഴ്ചപ്പാട് ഞാൻ അയാളിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നു. കാരണം അയാൾ അയാളുടെ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറല്ല. ഞാൻ എന്റെ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറല്ലാത്തതുപോലെ അയാൾ അയാളുടെ കാഴ്ചപ്പാട് മാറ്റാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ എന്റെ കാഴ്ചപ്പാട് അയാളിൽ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അയാളെ അങ്ങ് വിട്ടേക്കല്ലാണ്. കാരണം അയാൾ പറയുന്നത് അയാളുടെ രീതിയിലാണ്, അത് അയാൾക്കുള്ളതാണ്. അതുകൊണ്ട് അയാളെ അങ്ങ് വിട്ടേക്ക. അപ്പൊ പ്രശ്നങ്ങൾ കഴിഞ്ഞു. അത് ഞാൻ എടുക്കേണ്ട കാര്യമില്ല. അത് ഞാൻ കയറി പിടിച്ച് അത് എടുത്ത് എന്നിട്ട് എന്റെ കാഴ്ചപ്പാട് അയാളിലേക്ക് അടിച്ചേൽപ്പിച്ച് അയാൾ ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായോ എന്ന് ചോദിച്ച് അയാളെ അടിച്ചെത്തും. അപ്പോഴും അയാൾ തർക്കിക്കും. അപ്പോഴാണ് ഈ തർക്കം ഉണ്ടാവുന്നത്. തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ തർക്കത്തിന്റെ പ്രധാന കാരണം ഇത് തന്നെ, രണ്ടുപേരും ഒരേ കാര്യത്തെ കുറിച്ച് രണ്ട് കാഴ്ചപ്പാടാണ്. അപ്പൊ ഇയാളുടെ കാഴ്ചപ്പാട് പറഞ്ഞു, മറ്റേ അയാളുടെ കാഴ്ചപ്പാട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അത് ശബ്ദം കൂടും. ശബ്ദം കൂടിക്കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ അത് കയ്യാങ്കളിയിലേക്ക് വരും. അങ്ങനെയാണ് ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ തമ്മിൽ സംഭവിക്കുന്നത്. അവിടെ ഈ കയ്യാങ്കളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ തർക്കം വരും. ഈ തർക്കം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യം ശരിക്കും മനസ്സിലാവും. അയാള് പറയുന്നത് അയാളുടെ രീതിയാണ്, അതുകൊണ്ട് അയാളോട് ഏറ്റുമുട്ടിയിട്ട് അയാളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റൂല. കാരണം അയാൾക്ക് ജന്മം ചെയ്താല് ഞാൻ പറയുന്ന കാര്യം ബോധ്യമാവും. അതുകൊണ്ട് അയാളുടെ പാർട്ടിന് വിട്ടേക്ക്. അങ്ങനെ അയാളുടെ പാർട്ടിന് വിടാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴെങ്കിലും ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിന് അസ്വസ്ഥത വരില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് അസ്വസ്ഥത വരും. മനസ്സിന് അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കാൻ പോകും. ഇപ്പൊ കുടിക്കാൻ പോവാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഓരോ വ്യക്തിയും അനന്യരാണ് എന്ന ഒരു ചിന്ത. ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് പോലെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എൻ്റെ ഭാര്യ ചെയ്യുന്നു. എനിക്കിപ്പോ ചായ വേണം എന്ന് തോന്നിയാൽ എനിക്ക് ചായ കൊണ്ടുവന്ന് തരണം. അപ്പൊ ഞാൻ അന്നേരം ചോദിക്കും ചായയോ? ഇല്ല, എനിക്കിപ്പോ ചായ വേണമെന്ന് തോന്നിയപ്പോ എനിക്ക് ചായ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കാരണം എനിക്ക് ചായ വേണം എന്നുള്ള വിവരം ഈ ഭാര്യ നേരത്തെ മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ബഹളം ഉണ്ടാവുന്നു. എനിക്ക് ഈ കറി ഇഷ്ടമല്ല എന്നുള്ളത് നിനക്കറിയില്ലേ, എനിക്ക് ഇത് പറ്റില്ല എന്നുള്ള വിവരം നിനക്കറിയാം. എന്റെ കാഴ്ചപ്പാടനുസരിച്ച് സാധനം ഉണ്ടാക്കി തരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അവരുണ്ടാക്കിയത് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയത്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച്. മിക്കവാറും സമയങ്ങളിൽ എല്ലാവരുടെയും കാഴ്ചപ്പാട്, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഈ 4 പേർക്കും ഫുഡിന്റെ കാഴ്ചപ്പാട് 4 തരത്തില്.
അപ്പൊ അത് ആരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഉണ്ടാക്കുക? ഒരു ദിവസം മറ്റേ ആളുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും ഉണ്ടാക്കിയത്. ഇപ്പൊ മക്കളുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോ അവിടെയും ബഹളം ഉണ്ടാവുന്നു. ആ സമയത്ത് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് അവരെ അവരുടെ രീതിക്ക് വിടുകയും അതിനോട് ഞാൻ പൊരുത്തപ്പെടുകയുമാണെങ്കിൽ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിന്റെ സ്പേസ് കുറച്ചും കൂടി ഞാൻ വലുതാക്കണം. കുറച്ചും കൂടി വിശാലതമാക്കി കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. എന്റെ കുടുംബത്തിലുള്ളവരെല്ലാം എങ്ങനെയാ? 4 പേരുണ്ട്. 4 പേരും 4 തരത്തിലാണ്. 4 പ്രത്യേകിച്ച് മക്കളെ തീർച്ചയായിട്ടും അവർ വ്യത്യസ്തരാണ്. കാരണം അവർ ജനിച്ച കാലയളവ് കുറെ കഴിഞ്ഞിട്ടായതുകൊണ്ട്, അവരുടെ വളർന്ന സാഹചര്യം വേറെ ആയതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടും എന്റെ കാഴ്ചപ്പാടും കൂടി യോജിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായ, വളരെ അപൂർവം ചില കാര്യങ്ങൾ മാത്രമേ ജോയിന്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ബഹളമാണ്. അപ്പൊ അതിനെ ഉൾക്കൊള്ളണം. ആ അങ്ങനെ ഒരു സംഗതി വരുന്ന സമയത്ത് 3-4 തരത്തിലാണ് ആൾക്കാർ അത് പെരുമാറുന്നത്. ഒന്ന്, ഫസ്റ്റിലെ വെച്ചാൽ നമ്മൾ കുടിക്കുന്ന കാലയളവാണെങ്കിൽ പെട്ടെന്ന് കയറി പ്രതികരിക്കും. എന്നിട്ട് എന്റെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മെനക്കെടും. പറഞ്ഞോ, മനസ്സിലായോ, മനസ്സിലായോ, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതാണ് ഒരു. എന്നിട്ട് അപ്പം മറ്റവർക്ക് മനസ്സിലാവില്ലോ. മറ്റവരപ്പം കയറിയിട്ട് അവരുടെ ന്യായം പറയും, തർക്കിക്കും. ആ തർക്കിച്ച് വഴക്കായി മാറുന്നതാണ് ഒരു തരത്തിലുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു തരം എന്ന് പറയുന്നത് ഇതേ സിറ്റുവേഷനെ അത് ഒന്നും മിണ്ടൂല. മിണ്ടാതെ ഇരുന്നിട്ട് ഞാൻ കടിച്ചു പിടിക്കും. കടിച്ചു പിടിച്ചിട്ട് ഇത് ചെയ്യാനാ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി അസ്വസ്ഥനാവും. പക്ഷെ ഞാൻ ചിലപ്പം പ്രതികരിക്കില്ല. ഇതാണ് വേറൊരു സ്റ്റെപ്പ്. ഭയങ്കരമായ അസ്വസ്ഥനാണ്. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് രീതി ഇതാണ്. എന്ത് ചെയ്യാനാ, അങ്ങനെയാണ് എല്ലാവരും. ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ പ്രതികരിക്കാനില്ല, ഒന്നുമില്ല. അത് നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് അങ്ങനെ അങ്ങ് പറയും. പക്ഷെ വിടില്ല. നാലാമത്തെ ഒരു സ്റ്റെപ്പ് ആണ് ഏറ്റവും ഹയർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അയാൾ സംസാരിച്ചു, അത് അയാളുടെ രീതി. ഞാൻ സംസാരിച്ചു, എന്റെ രീതി. ഞാൻ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അതുകൊണ്ടെന്താ, അതുകൊണ്ടൊന്നുമില്ല. ഞാൻ അതിനെ വളരെ കൂളായിട്ട് ഈ നാലാമത്തെ ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രാർത്ഥനയിൽ പറയുന്ന ഒന്നാമത്തെ ഭാഗം. മാറ്റുവാൻ പറ്റാത്തതയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്തം. ആ ഒരാൾ പറയുമ്പോ അത് അവരെ ഒന്നിക്കും മാറ്റാൻ കഴിയും. അവരെ ഉൾക്കൊള്ളണം. അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളുന്നത് ഈ കടിച്ചു പിടിച്ചുകൊണ്ടോ ദേഷ്യം പിടിച്ചുകൊണ്ടോ അല്ല, അവരോട് പ്രതികരിച്ചുകൊണ്ടോ അല്ല. അവരങ്ങനെയാണ് എന്ന് തീരുമാനിച്ച് അതിന് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി, പ്രശാന്ത മനസ്സോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് ഇതിലെ ഏറ്റവും അഭികാമ്യമായ ഒരു സംഗതി. അതിന് നമ്മൾ ഒരുപാട് വളരണം. നമ്മൾ ഒത്തിരി വളർന്ന് നമ്മുടെ മനസ്സ് കുറേ കൂടി വിശാലമായി കഴിയുമ്പോഴാണ് ലോകത്തുള്ള ആൾക്കാര്, ഇത്രയും കൂടി ജനങ്ങളുണ്ട്, അവരൊക്കെ എന്റെ രീതിയിലാക്കാൻ പറ്റില്ല. എനിക്ക് ഈ ലോകത്തുള്ള ഒരാളെയും എന്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം എന്റെ രീതി എന്ന് പറയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ രീതി എനിക്ക് മാത്രമേ ഉള്ളൂ. അത് വേറെ ഒരാളുടെ രീതിയുമല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളും കടന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നും വളർന്നു വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് എന്റെ മനസ്സ്. അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ എല്ലാവരും അവരവർ കടന്നു വന്ന സാഹചര്യങ്ങളിൽ മനസ്സ് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരവരുടെ മനസ്സ് രൂപപ്പെടുത്തിയെടുത്ത മനസ്സുമായിട്ടൊന്ന് ജീവിക്കട്ടെ. അവര് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കട്ടെ. അത് ബാധിക്കുന്നില്ല. ഞാൻ അവരെ നന്നാക്കാനും തോന്നുന്നു. പിന്നെ
ഈ ഒരു കേസില് അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു എന്ന ഒരഭിപ്രായം വേണമെങ്കിൽ അയാളോട് പറയും. അയാളുടെ മനസ്സ് വികസിക്കാൻ വേണ്ടി നമുക്കൊരു സൂചന ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് നല്ലത്. അത് അയാൾ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ തന്നെ ചെയ്താലും എനിക്കതൊരു വിഷയമാണ്. ആ തരത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജീവിക്കാൻ അനുവദിക്കുക എന്ന ഒരു ആശയത്തിലേക്ക് എത്താം. അതിലാദ്യം വേണ്ടത് ഞാൻ ഒരു അനന്യനാണ്. മാത്രമല്ല രണ്ടാമത് വേണ്ടത് ഈ കുടിയുടെ കാലയളവ് കൊണ്ട് നമുക്ക് നഷ്ടമായിട്ടുള്ള വലിയൊരു സംഗതി ഒന്ന് തിരിച്ചറിയും. നമ്മുടെ മനസ്സിന്റെ ജീവി നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല. കാരണം നമ്മളുടെ ഈ സൗഹൃദ വലയം, നമ്മളുടെ പ്രവർത്തന മേഖല നമ്മൾ ചുരുങ്ങിച്ചു. ഒരുപാട് ബന്ധങ്ങൾ ഇല്ല. കുറച്ച് കുടിയന്മാരൊക്കെ, കുടിക്കാത്ത ആൾക്കാരൊക്കെ നേരത്തെ വിട്ടു. കുറേശ്ശെ കുടിക്കുന്നവരെയും നമ്മൾ വിട്ടു. അവസാനം പെരും കുടിയന്മാരായ കുറച്ചു പേര് മാത്രമായി. ആ ഒരു ലോകം യഥാർത്ഥത്തിൽ വീടിന്റെ അകത്ത് അടച്ചുപൂട്ടി കഴിയുന്നത് പോലെ, ഒരു ജയിലിൽ കഴിയുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയാണ് ഈ മനസ്സ് വളരാതെ. ശരീരമൊക്കെ വലിയ വലിപ്പമൊക്കെ, മനസ്സ് തീരെ ചുരുങ്ങിയ ഒരു മനസ്സാണ്. അതാണ് ഇതിന്റെ അകത്ത് ഈ ത്രിദിന മാനദണ്ഡങ്ങളില് വായിച്ചതില് പറയുന്ന ഒരു കാര്യം. ഞാൻ മറ്റുള്ളവരുടെ ഇരയല്ല, മറിച്ച് എന്റെ തന്നെ പ്രതീക്ഷകളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും അവിശ്വസ്തതയുടെയും ഇരയാണ്. മറ്റുള്ളവർ അവരായിരിക്കുന്നത് പോലെ അല്ലാതെ അവരെന്തായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ആകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരിക്കുമ്പോൾ എനിക്ക് മുറിവേൽക്കുന്നു. അവര് എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വരുന്നില്ല. അപ്പോ എനിക്ക് ഭയങ്കരമായ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു. എന്റെ തിരഞ്ഞെടുപ്പുകൾ എന്റെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടവനും സംശയാലുവുമായി. എന്റെ രീതി, എന്റെ അതിനാണ് എന്റെ സ്വാർത്ഥത എന്ന് പറയുന്നത്. സ്വാർത്ഥത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്റെ കാഴ്ചപ്പാട്, എന്റെ മനോഭാവം, എന്റെ മനസ്സിന്റെ വലിപ്പം, ഇത് അങ്ങനെ വേണം എല്ലാം എന്ന് ഞാൻ പറയുമ്പോഴാണ് സ്വാർത്ഥത. എന്റെ ഇഷ്ടത്തിന് ഞാൻ വിചാരിക്കുന്നത് പോലെ അങ്ങനെ അതിനാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. എനിക്ക് മാത്രം, എന്റേത് മാത്രം എന്ന് പറയുന്ന, നമ്മൾ ഈ വലിയ ഭൂമിയില്, വിശാലമായ പ്രപഞ്ചത്തില് ഒരു തരി പോലെയുള്ള ഒരു മണൽത്തരി പോലെയുള്ള ഒരു സാധനമാണ് നമ്മള് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ അനുഭവ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു പശ്ചാത്തലം. ആ വളരെ കുറഞ്ഞ ഒരു ഏരിയയിൽ കൂടി വളർന്നു വന്ന നമ്മള് ഉണ്ടാക്കി വെച്ചിട്ട്, ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മനസ്സ്, അത് എനിക്ക് എന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില ശരികള്, ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്, ചിലത് ഇങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്റെ ജീവിതം ശരിയാക്കാൻ. ഇതേപോലെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിൽ അവരുടെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരവരൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്നിൽ നിന്നും വ്യത്യസ്തമാണല്ലോ. അത് അവരുടെ സാഹചര്യത്തിൽ. അതുകൊണ്ട് എന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഒരാളും ഞാൻ വിചാരിക്കുന്ന പോലെ ഒരാളും വളരാൻ സാധ്യത. എന്റെ അങ്ങനെ അത് അല്ലാതായി കഴിഞ്ഞപ്പോ ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്റെ വാക്കിനൊരു വിലയില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഞാൻ ഇങ്ങനെ പരാതി പറയാൻ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, ആർക്കും ഒരു ഇതുമില്ല. എന്റെ എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പരിശീലിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം കിട്ടി. എന്റെ കാര്യത്തിൽ സത്യസന്ധത പാലിക്കാൻ ശ്രമിക്കുക എന്ന് കൂടെ പറയുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, എന്റെ കാര്യങ്ങളില് ഞാൻ സത്യസന്ധമായിട്ട് സ്നേഹമുള്ളവനാകുക. അറിയാലോ, ഈ ആത്മീയത എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ, അതായത് പരസ്പരം അംഗീകരിക്കുക, സ്നേഹിക്കുക, വിശ്വസിക്കുക, അഹങ്കാരം കാണിക്കാതിരിക്കുക, സ്വാർത്ഥത കാണിക്കാതിരിക്കുക, സത്യസന്ധത കാണിക്കുക എന്ന് തുടങ്ങിയിട്ട് കുറേ സംഗതികളുണ്ട്. എന്താ പറയുക, ഒരു നല്ല മനുഷ്യന് ജീവിക്കാം.
ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. മറ്റുള്ള ജീവികളെ പോലെയല്ല. ആ, അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് ജന്മവാസന അങ്ങനെ അല്ല. ജന്മവാസന ഞാൻ എനിക്ക് ജീവിക്കാൻ വേണ്ടി എന്ത് പറയുകയും എന്ത് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ജന്മവാസന. അതെല്ലാ മൃഗങ്ങൾക്കും ഉണ്ട് ജന്മവാസന, എല്ലാ ജീവജാലങ്ങൾക്കും ജന്മവാസന ഉണ്ട്. അത് അവർ എല്ലാ ജീവികൾക്കും അവരവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവര് പെരുമാറുന്നത്. ആ, പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ വന്നപ്പോ അവരവർക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഈ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, കൂട്ടമായിട്ടേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലം നമ്മുടെ ചരിത്ര കാലത്തുണ്ട്. ആ അന്ന് മുതലാണ് ഈ കൂട്ടമായി ജീവിക്കുമ്പോൾ നമുക്ക് ചില നിയമങ്ങൾ വേണ്ടി വന്നു. ചില അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ നിയമങ്ങളിൽ തന്നെ ആ, എന്താ പറയാ, പ്രവർത്തനത്തിലുമുണ്ട്, ചിന്തയിലും നിയമങ്ങളുണ്ട്. അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റമായിട്ട് വന്നു. ആ ആ അങ്ങനെ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള നിയമങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ നിയമങ്ങളൊക്കെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനാണ്. അതായത് കുറ്റം ചെയ്യുന്നത് എങ്ങനെയാണ്? 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. 2 കൈ, 2 കാല്, 4. ഇതാണ് 5 കർമ്മേന്ദ്രിയം. ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ചീത്ത പറഞ്ഞാൽ കുറ്റമാണ്, കൈകൊണ്ട് തല്ലിയാലും കുത്തിയാലും കുറ്റമാണ്, കാലുകൊണ്ട് ചോദിച്ചാലും ഒക്കെ ഒക്കെ കുറ്റമാണ്. ആ കുറ്റത്തിനൊക്കെ ശിക്ഷയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ വന്നു. അത് പിന്നീട് വന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നില്ല, മറിച്ച് അങ്ങനെ ചിന്തിച്ചാലും കുറ്റമാണ്. ചിന്തിക്കുന്നത് പോലും കുറ്റമാണ്. ചിന്തിച്ചിട്ട് ചെയ്താൽ അത് പെരും കുറ്റമാണ്. അതാണ് കോടതി ശിക്ഷിക്കുന്നത്. ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊലപാതകമെങ്കിൽ ഭയങ്കര ശിക്ഷ കൊടുക്കും. അതായത് ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ശിക്ഷ കൊടുക്കും. ചിന്തിക്കാതെയാണ് ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് എങ്കിൽ അതിന് ശിക്ഷ കൊടുക്കും. അപ്പോ ഇനി നെക്സ്റ്റ്, ഇനി ചിന്തിച്ചു, ഈ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തില്ലെങ്കിലോ അതിന് കോടതിയിൽ ഈ ശിക്ഷ ഉണ്ട്. ആ ചിന്തയുടെ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. അതാണ് ഈ മതങ്ങളൊക്കെ വന്നതും ഗ്രന്ഥങ്ങളൊക്കെ വന്നതും പുസ്തകങ്ങളൊക്കെ വന്നതും ഒക്കെ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് എല്ലാ പുസ്തകത്തിലും പറഞ്ഞിട്ടുള്ളത്. ബൈബിളിലായാലും ഖുറാനിലായാലും ഗീതയിലായാലും വേദങ്ങളിലായാലും ഉപനിഷത്തുകളിലായാലും ഇത് പണ്ടുകാലം മുതലേ നമ്മളുടെ ചിന്ത ആവണം എന്നുള്ള നിയമങ്ങളൊക്കെ വന്നു. ചിന്തയുടെ നിയമം, ആ ചിന്തയുടെ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറഞ്ഞത്. സത്യസന്ധത, സ്നേഹം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കും. സ്വാർത്ഥത ഉണ്ടാവാൻ പാടില്ല, എങ്ങനെ തുടങ്ങിയിട്ടില്ല. സ്നേഹം വേണം, അംഗീകരിക്കണം, എന്താ പറയാ, അങ്ങനെയുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ്, അത് നമ്മളുടെ ചിന്തയിലാണ്. ഈ സ്വഭാവ ഗുണം, ആ സ്വഭാവ ഗുണങ്ങൾ നന്നാവാനുള്ള, മെച്ചപ്പെടാനുള്ളതാണ് ഈ ഉള്ള ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ആത്മീയത എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് ആത്മീയ വിരുദ്ധൻ എന്ന് പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ആത്മീയത വളരുമ്പോൾ ചിന്തയിലെ സത്യസന്ധത, ശരിയായ ചിന്ത, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി, ഇതാണ് ബുദ്ധൻ പണ്ട് പറഞ്ഞ, ആദ്യം പറഞ്ഞ, ബുദ്ധമത്തിൽ പറഞ്ഞ സംഗതി ഇതാണ്. ശരിയായ ചിന്ത, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. അങ്ങനെ നമ്മൾ വളരുകയാണെങ്കിൽ മനസ്സിന്റെ വലിപ്പം കൂടിക്കൊടുക്കും. അപ്പൊ ആത്മീയത വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സ്പേസ്, വീതി വർദ്ധിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ആ തരത്തിലുള്ള ഒരു പരിശീലന പരിപാടി വേണമെന്ന് കെ.എ. പറഞ്ഞു. അപ്പോ അവിടെയാണ് ആത്മീയതയിലൂടെയൊക്കെ. ഇപ്പൊ കള്ളുകൂടി നിർത്താൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ധ്യാന കേന്ദ്രം.
ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് അവിടെ ചെയ്യുന്ന പണി ഇതാണ്. നമ്മൾ ധ്യാനിച്ച് ദൈവത്തിന്റെ ശക്തിയെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്നും കൂടി സ്വസ്ഥമാക്കാൻ നമ്മുടെ മനസ്സ് കുറച്ചും കൂടി വിശാലമാക്കുക ചെയ്യും. കുറെ നന്മകൾ കൊണ്ട് നിറയ്ക്കുക ചെയ്യും. അപ്പൊ നന്മകൾ മാത്രമുള്ള ഒരു മനസ്സായിട്ട് വരുമ്പോൾ നമ്മുടെ ആ വരണമെങ്കിൽ എന്ത് വേണം? കുറെ തിന്മകളെ നമ്മൾ ഒഴിവാക്കണം. അത് ചിന്തിക്കരുത്, അത് വിട്ടുകളയണം. അങ്ങനെ വിട്ടുകളയുമ്പോൾ നമ്മളുടെ സംഭവിക്കുന്നത് നന്മ നമ്മളുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മളുടെ മനസ്സ് കുറച്ചുകൂടി വിശാലമാകും. ഈ തിന്മ ചെയ്യുന്ന ആൾക്കാര് നമ്മളുടെ ചുറ്റുവട്ടത്തും. പക്ഷെ അവിടെ നമ്മൾ നന്മയുള്ളവരായി ഈ വരണമെങ്കിൽ നമ്മൾ കുറെ കൂടി വളരണം. അപ്പൊ എന്റെ മനസ്സിനെ ഞാൻ വളർത്തിക്കൊണ്ടുവരണം. എന്റെ രീതി ഇങ്ങനെ വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിച്ച ഒരു രീതിയുള്ള ആളാകുമ്പോൾ തീർച്ചയായിട്ടും ഒരാളും എന്ത് ചെയ്താലും നമ്മളുടെ ബാധിക്കുന്ന ഒരവസ്ഥ. എന്റെ ലക്ഷ്യങ്ങളെ ഞാൻ അന്വേഷിക്കുകയും സത്യസന്ധനും വിശ്വസ്തനും ഞാൻ ആവുകയും ചെയ്യും. ആവുമ്പോൾ ഞാൻ ഉപദ്രവകാരിയാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ പറ്റി ബോധവാനാകുന്നു. അവയെ ഒഴിവാക്കുകയും ചെയ്യും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുന്ന സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് ബോധം വരുന്നു. ഞാൻ അതിനെ ഒഴിവാക്കുന്നു. ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ നോക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിന്റെ ഒരു വലിപ്പം വർദ്ധിച്ചത്. ഇന്നത്തെ പ്രതിദിനമാനങ്ങൾ വളരെ കറക്റ്റാണ്. ഈ വിഷയവുമായിട്ട് ജീവിക്കാൻ ആരംഭിക്കുക. എല്ലാം എന്റെ ഉള്ളിൽ നിന്ന് ആരംഭിക്കും. എന്റെ പ്രവൃത്തിയല്ല. ശരിക്കും കുടിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ആ കുടിയിലേക്ക് നയിക്കുന്നത് എന്റെ മനസ്സാണ്. അപ്പൊ മാറ്റം വരുത്തേണ്ടത് കുടി നിർത്തലല്ല, മറിച്ച് മാനസികമായ മാറ്റം സംഭവിക്കണം. ആ മാറ്റം സംഭവിച്ചില്ലാതെയാണ് നേരത്തെയൊക്കെ കുടി. ഞാൻ 2000 മുതൽ 2004 വരെയുള്ള കാലങ്ങളിൽ ഞാൻ 10-20 പ്രാവശ്യം കുടി നിർത്തി. ആ കുടി നിർത്തിയപ്പോ ഒക്കെ ഇതാണ് സംഭവിച്ചത്. ഒരു മാസം കഴിഞ്ഞ് പിന്നെയും കുടിക്കാനുള്ള കാരണം എന്റെ മനസ്സിന്റെ വലിപ്പം കൂട്ടാത്തത് കൊണ്ട് ഈ അസ്വസ്ഥത, എപ്പോഴും അസ്വസ്ഥനായി. ചെറിയ എന്തെങ്കിലും വന്നാൽ മതി, അത് ഞാനുമായിട്ട് യോജിക്കും. ഞാനുമായി യോജിക്കാതെ വരുമ്പോൾ എന്നെ ആരും വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യം കാണും, ഞാൻ അസ്വസ്ഥനാവും. പിന്നത് അവരെങ്ങനെ ചെയ്യുന്നത് ഒന്നും എന്നോട് ഒരു കാരണം ഉണ്ടാവും. പക്ഷെ എന്റെ ഉള്ളിൽ അസ്വസ്ഥനാക്കാം. അതെന്താ അസ്വസ്ഥനാക്കാൻ? ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല നടക്കുന്നത്. അപ്പൊ അസ്വസ്ഥനാവും, ഞാൻ പോയി കുടിക്കുന്നു. അതേ അങ്ങനെ അന്ന് കുടി നിർത്തിയപ്പോ ഒക്കെ പിന്നെയും കുടിക്കാൻ പോയത് അതുകൊണ്ട്. പക്ഷെ ഏല് വന്നതിന് ശേഷം കുടിക്കാതിരിക്കാൻ കാരണം എന്താ? ഇവിടെ ഞാൻ എൻ്റെ മനസ്സിനെ കുറച്ച് വലിപ്പം കൂട്ടാനുള്ള ഒരു ആ സ്പേസ് വർദ്ധിപ്പിച്ചപ്പോ എല്ലാവരും അവരവരുടേതായ രീതിയുണ്ടല്ലോ, ഞാനിപ്പോ അതിൻ്റെ അകത്ത് പോയി ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന് ഒരു ചിന്ത വരാനുള്ള ഒരു സ്പേസ് ഡെവലപ്പ്. കുടി നിർത്തി ആദ്യമായി എയിൽ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്നും മോചനം പ്രാപിച്ച കുടിയന്മാരാണ്. അപ്പൊ ഇവര് എയിൽ വന്നപ്പോൾ കണ്ട ഒരു മനോഹരമായ ഒരു കാര്യം കാണാം. ഇവിടെ കുറെ ആൾക്കാര് വന്ന് പങ്കുവയ്ക്കും. ഈ പങ്കുവയ്ക്കുമ്പോ ഒക്കെ ഇതേ പോലെയുള്ള സന്ദർഭം ഇവരെല്ലാം എങ്ങനെയാണ് അത് പ്രതികരിച്ചത്? ഓരോ സിറ്റുവേഷനെയും ഓരോരുത്തർ എങ്ങനെ. അപ്പൊ എനിക്കും അങ്ങനെ ആവാം, എനിക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ വളരേണ്ടതുണ്ട്. എനിക്ക് വളരാനുള്ള, എന്റെ മനസ്സ് വളരാനുള്ള ഒരു കാര്യമെങ്കിലും ഒരു മീറ്റിംഗിൽ, അങ്ങനെ കുറച്ചു കാലം മീറ്റിംഗിൽ സ്ഥിരമായി പോയപ്പോൾ മീറ്റിംഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും എന്റെ മനസ്സ് കുറച്ച് വളർന്നു. അത് വളരാനുള്ള കാരണം മീറ്റിംഗ് മാത്രമല്ല, മീറ്റിങ്ങിന്റെ പ്രത്യേകത മീറ്റിങ്ങിൽ ആരും ഉപദേശിച്ചു. ഈ ഉപദേശം എന്ന് പറയുന്നത് നമുക്കിഷ്ടമല്ല.
അത് വേറെ ലെവൽ. അതായത് അയാളുടെ മൈൻഡ് പോലെ ഞാനാകണം എന്ന് അയാൾ വിചാരിക്കും. അതെനിക്ക് സാധ്യമല്ല. അതെന്റെ മനസ്സിലേക്ക് കയറുകയും ഇല്ല. കാരണം അയാളിപ്പോ ആരത് പറയാൻ? അയാളിപ്പോ വലിയ കാര്യം പറഞ്ഞു. അപ്പൊ അതെന്റെ മനസ്സിലേക്ക് കയറില്ല, മറിച്ച് എന്റെ ബുദ്ധിയിലേക്ക് വരും, എന്റെ ശ്രദ്ധയിലേക്ക് വരും, പക്ഷെ എന്റെ മനസ്സിലേക്ക് വരും. അതായത് ചിന്തയും തമ്മിലാണ് അവിടെ. അയാളുടെ ചിന്തയിൽ നിന്ന് എന്റെ ചിന്തയിലേക്കാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഞാനത് കേൾക്കുകയും ചിലപ്പോൾ അത് മനസ്സിലാക്കുകയും ചെയ്യും, പക്ഷെ ഞാനത് ഉൾക്കൊള്ളില്ല. അതേസമയം ഷെയറിങ് വന്നപ്പോ എന്താ മെച്ചം കിട്ടുന്നത്? അയാളുടെ ഹൃദയത്തിൽ നിന്നാണ് അയാൾ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, അയാൾ എന്നോടല്ല പറയുന്നത്, അയാൾ ആത്മകഥ, അയാളെ കുറിച്ച് ആത്മകഥ ചെയ്യും. അത് എന്നോടല്ല പറയുന്നത് കൊണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നു. മറിച്ച് അയാളത് അങ്ങനെ ചെയ്തപ്പോ എന്തുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്തുകൂടാ എന്ന ഒരു ഒരു ഉൾക്കാഴ്ച എനിക്കുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഷെയറിങ്. അതേസമയം ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിന്തയും തമ്മിലാണ്. ഉപദേശം എന്ന് പറയുന്നതും ചിന്തയും തമ്മിലാണ്. പക്ഷെ പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത് ഹൃദയവും തമ്മിലാണ്. അപ്പൊ അങ്ങനെ അയാളെ കുറിച്ച് പറഞ്ഞപ്പോ അത് എന്റെ മനസ്സിൽ തട്ടുന്നു, ഞാൻ അത് ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഞാൻ എന്റെ മനസ്സ് സ്പേസ് കൂട്ടുന്നു. അങ്ങനെ കുറച്ച് വലുതാക്കി എടുക്കാൻ പറ്റും. അത് എന്നെ പോലെയുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവര് പറയുന്നതോ എല്ലാ സംഗതിയും എന്റെ ജീവിതത്തിലും അതേപോലെ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ടച്ച് ചെയ്യും, അങ്ങനെ ഉൾക്കൊള്ളുന്നു. അയാൾ അങ്ങനെ ചെയ്തെങ്കിൽ എനിക്ക് എന്നൊരു തോന്നലുണ്ടാവുന്നു. ഈ ആളുകളെ കണ്ടത് വലിയ ഒരു ആശ്വാസമായിരുന്നു. കാരണം എന്റെ അതേ കാര്യമാണല്ലോ ഇയാൾ പറഞ്ഞത്. അത് അയാൾ എന്നോടല്ലല്ലോ പറഞ്ഞു, അയാൾ അയാളോട് തന്നെ. ഞാൻ പങ്കുവെക്കേണ്ട ഒരു പ്രത്യേകതയാണ്. പങ്കുവെക്കുമ്പോൾ പങ്കുവെക്കുന്ന ഒരാള് മീറ്റിംഗിൽ പങ്കുവെക്കുമ്പോൾ അയാള് നമ്മളോടല്ല പറയുന്നത്, അയാൾ അയാളോട് തന്നെയാണ് പറയുന്നത്. അതിനാണ് പങ്കുവെക്കുക. അയാൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ താല്പര്യം. അതാണ് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ വലിയ താല്പര്യത്തെ അപ്പൊ നിങ്ങൾ എന്നായിരിക്കും ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത്. പക്ഷെ പങ്കുവെക്കുന്ന സമയത്ത് ഷെയറിങ് ആകുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ആയിരുന്നു, എനിക്ക് വല്ലാത്ത പ്രശ്നമായി, അതുകൊണ്ട് ഞാനിപ്പോ അത് അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, എനിക്ക് സുഖമായിട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഷെയറിങ് ചെയ്തു. അതുകൊണ്ടാണ് ഈ പങ്കുവെക്കലിന്റെ മഹത്വം. ഈ സ്വയം പങ്കുവെക്കുന്നവരുടെ രണ്ട് കാര്യമാണ് നടക്കുന്നത്. ഒന്ന്, ഞാൻ പങ്കുവെക്കുന്നതിലൂടെ ഞാൻ വളരുന്നു. ഞാൻ പങ്കുവെക്കുന്നതിലൂടെ മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും ചെയ്യും. ഈ രണ്ട് പ്രോസസ്സാണ്. സ്വയം വളരുകയും മറ്റുള്ളവരെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രക്രിയയാണ് ഷെയറിങ്. അതേസമയം ഷെയറിങ്ങിന് ചില ആൾക്കാർ മറ്റുള്ളവരുടെ ഞാനത് ചെയ്തു, നിങ്ങളങ്ങനെ ചെയ്യണം, നിങ്ങളങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചില ഉപദേശം പോലെ പറയുന്ന ചില ആൾക്കാരെ കണ്ടിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഇവിടെ ആരെയും ഉപദേശിക്കുന്നില്ല. മറിച്ച് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അനുഭവമാണ് പങ്കുവെക്കുക. ഞാൻ എങ്ങനെ ഞാനായി, നേരത്തെ കുടിയനായിരുന്നു ഞാൻ എങ്ങനെ ഇപ്പോഴത്തെ ഞാനായി, ഇനി ഞാൻ എങ്ങനെ ഞാൻ ആവാൻ പോകുന്നു. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ള അവകാശം. നിങ്ങൾ എങ്ങനെ ആവണം എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. കാരണം നിങ്ങൾ വേറെയാണ്. നിങ്ങൾ വേറെ കുടുംബത്തില്, വേറെ സാഹചര്യത്തില്, വേറെ കാഴ്ചപ്പാടുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ എങ്ങനെ ആവണം എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. അപ്പൊ ഞാൻ എങ്ങനെ ആവണമെന്ന് ഞാൻ തീരുമാനിക്കാൻ എനിക്ക് കിട്ടുന്ന ഒരു സഹായം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ആയി എന്ന് അവരോട് പറയുമ്പോൾ. അതുകൊണ്ട് ഈ മഹത്തായ പ്രോസസ്സാണ് ശരിക്കും മീറ്റിങ്ങിൽ നടക്കുന്നത്. ശരിക്കും വട്ടത്തിലിരുന്ന് എല്ലാവരും അവരവരുടെ ഇത് പങ്കുവയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ്
സ്പേസും നല്ല പങ്കുവയ്ക്കൽ കേട്ട് കഴിയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഉൾക്കൊള്ളുമ്പോൾ നമുക്കത് ഈ നമ്മൾ ആവശ്യമുള്ളത് എടുക്കുക. ഇതിന് മുമ്പ് ഒരു ആശയത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇതൊരു ബൊഫെ പോലെയാണെന്നാണ് പറയുന്നത്. ബൊഫെ സിസ്റ്റം. അതായത് ഒരു 10-20 പേര് മീറ്റിങ്ങിൽ വന്ന് അവരുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ ഇതിലെല്ലാം ഒന്നും ഞാൻ എടുക്കേണ്ട കാര്യമില്ല. ബൊഫയ്ക്ക് പോയാൽ അങ്ങനെയല്ലേ, അവിടെ ഒരുപാട് വിഭവങ്ങളുണ്ടാവും. പക്ഷെ അവിടെ എനിക്ക് വേണ്ട വിഭവം എനിക്ക് വേണ്ട അളവിൽ എടുത്തിട്ട് പാത്രത്തിൽ എടുത്തിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഒരു സ്വസ്ഥമായിട്ട് കഴിക്കുകയും ചെയ്യും. അതേപോലെ 20 പേര് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അതെടുത്ത് ഞാൻ കൊണ്ടുപോവുക, ബാക്കിയെല്ലാം അവിടെ ഇട്ടിട്ട് പോവുക, അവിടെ വിട്ടിട്ട് പോവുക. അപ്പൊ അങ്ങനെ ആണ് ശരിക്കും ഷെയറിങ്ങിൽ ഞാൻ ഇരിക്കേണ്ടത്. എനിക്ക് എവിടെ ഈ ആഴ്ച ഒരു തിങ്കളാഴ്ച പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. അടുത്ത ബൊഫയ്ക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഏതെങ്കിലും ബൊഫയില് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ബൊഫയിലേക്ക് പോവുക. അങ്ങനെ ഏതെങ്കിലും ബൊഫയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിഭവം എവിടെയെങ്കിലും ഉണ്ടാവും. അത് കിട്ടുന്നിടം വരെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നു. നമ്മൾ അത് കിട്ടുന്നത് എടുത്ത് ഭക്ഷിക്കുന്നു, നമ്മൾ വിശപ്പാക്കി. അതേപോലെയാണ് ഓരോ മീറ്റിങ്ങിൽ പോകുമ്പോഴും കിട്ടേണ്ടത് കിട്ടുന്നിടത്ത് ഉണ്ടാവും. എല്ലാ ദിവസവും എല്ലായിടത്തും കിട്ടിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ചില സ്ഥലത്തു നിന്നായിരിക്കും നമുക്ക് വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് നമ്മളുടെ അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ അപ്പൊ അതുകൊണ്ട് കാരണം മിക്കവാറും ഈ കുടിയന്മാരാണ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറെക്കുറെ സമാനതയുള്ള അനുഭവങ്ങളായിരിക്കും മിക്കവാറും കുടിയന്മാർക്ക് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് കുറച്ച് സംഗതി ഏതെങ്കിലും മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കും. ഈ ആളുകളെ കണ്ടത് വലിയൊരു ആശ്വാസമായിരുന്നു. അവർക്ക് ഞങ്ങളോടുള്ള പ്രതികരണത്തിൽ വിമർശനമോ സംശയമോ ഇല്ലായിരുന്നു. ഒരു സംശയമില്ല ആർക്കും. പഴമക്കാരങ്ങനെ വളർന്നു കഴിഞ്ഞു. ആർക്കും ആരോടും സംശയമില്ല. അപ്പൊ ഞാനിപ്പോ പുതുതായിട്ട് ചെന്ന ആളെ ഞാൻ നിൽക്കുവോ, കൂടി നിർത്താൻ വേണ്ടി വന്നാണോ, ഇനി കുടിക്കുവോ, നാളെ വരുവോ എന്നുള്ള കാര്യമൊന്നും അവർക്ക് ആർക്കും ഒരു സംശയമൊന്നും. ആരും നമ്മുടെ സംശയത്തോട് കൂടുന്നത്. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളുടെ താല്പര്യമുള്ളവരും. അതുകൊണ്ട് കാരണം നമ്മുടെ ഒരു കുടിയനാണ്. ഒരു കുടിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, കുടിയന്റെ മനസ്സ് എങ്ങനെ വന്നെന്നറിയാം. അതൊരു ശുഷ്കമായ മനസ്സാണ്. ആ ശുഷ്കമായ മനസ്സിനോട് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ ഈ മീറ്റിങ്ങിലൂടെ പോയി നമ്മള് ശരിക്കും പല ആൾക്കാരെയും ഷെയറിങ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചും വിശാലം. അങ്ങനെ വിശാലമായി കഴിഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ നടക്കുന്ന ഒരു കാര്യവും നമ്മളുടെ അത് ഏൽക്കൂല. നമ്മുടെ മനസ്സ് എന്താ പറയാ ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് അത് വല്ലാത്ത പ്രശ്നമുണ്ടാകും. ഈ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാനൊരു എക്സാമ്പിളിൽ പറയാം. ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞ ഒരു കഥയുണ്ട്. ശിഷ്യൻ പറഞ്ഞു, ഗുരു എനിക്ക് ആൾക്കാരെല്ലാം എന്നോട് വളരെ മോശമായിട്ട് പെരുമാറും, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു, ആകെ അസ്വസ്ഥനാണ്, ഞാൻ എന്താ ചെയ്യും? അപ്പൊ ഗുരു ശിഷ്യനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു ഗ്ലാസ്സില് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 2-3 സ്പൂൺ ഉപ്പ് അങ്ങോട്ട് കലക്കി, എന്നിട്ട് അല്പം ഉപ്പ് നീരെടുത്തിട്ട് ഇയാൾക്ക് രുചിക്കാൻ കൊടുത്തു. ഭയങ്കര ഉപ്പായി. ഗുരു ശിഷ്യനെയും കൂട്ടിയിട്ട് നേരെ പോയി, കുറെ ദൂരം നടന്നു പോയി ഒരു കായലിന്റെ തീരത്തെത്തി. എന്നിട്ട് അതേപോലെ 3 സ്പൂൺ ഉപ്പെടുത്ത് ആ കായലിൽ അങ്ങ് കലക്കി, എന്നിട്ട് കുറച്ച് ഉപ്പ് നീരെടുത്ത് ഇയാൾക്ക് രുചിക്കാൻ കൊടുത്തപ്പോ ഇതിന് ഉപ്പ് കലക്കിയിട്ടുണ്ടോ എന്ന് ഇയാൾക്ക് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഇതാണ് നിന്റെ പ്രശ്നം. കലക്കിയത് 2 സ്പൂൺ ഉപ്പാണ്, പക്ഷെ നിന്റെ മനസ്സ് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അത്രയും വലിപ്പമേ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് അത് വല്ലാതെ കഴിച്ചു. നിന്റെ മനസ്സ് ഈ കായൽ പോലെ വലുതായിരുന്നെങ്കിൽ അത് ഒരു കയ്പും ഉണ്ടാവില്ലായിരുന്നു. അതായത് നിന്റെ മനസ്സിന്റെ വലിപ്പമാണ് ഈ സംഗതി. ഇതേപോലെ ഞാൻ ഇതിന് കണ്ടെത്തിയ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാല്, നമ്മളുടെ ഒരു 5 സെന്റ് സ്ഥലത്ത് ഒരു വാഴയുണ്ട്.
ഒരു എക്സാമ്പിൾ, ഒരു വാഴയോ തെങ്ങോ എന്തോ ഉണ്ട്, ഒരു ചെടി, ചെടിയിൽ പൂവുണ്ട് എന്ന് കരുതുക. അപ്പോ അല്ലെ ഒരു വാഴ ഉണ്ട്, വാഴയില് അപ്പൊ ഒരാള് വന്ന് എന്റെ ഈ 5 സെന്റ് സ്ഥലത്ത് കയറിയിട്ട് ആ വാഴയിൽ നിന്ന് ഒരു ഇല വെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. കാരണം അയാൾ എന്റെ പറമ്പിൽ കയറിയിട്ട് ഈ വാഴയില വെട്ടി, ചിലപ്പോൾ അയാൾ ചൂടാവും. അതേസമയം എന്റെ പറമ്പ് ഒരേക്കർ സ്ഥലമാണ്. ആ ഒരേക്കർ സ്ഥലത്ത് അങ്ങേ മൂലയ്ക്ക് ഒരു വാഴയുണ്ട്. ആ വാഴയിൽ നിന്നിട്ട് ഇയാൾ ഇല വെട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു പ്രശ്നമല്ല, എന്നാലും ഞാനത് കണ്ടത്. എനിക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട്. ആ 10 ഏക്കറിന്റെ അങ്ങേ മൂലയ്ക്ക് ഒരു വാഴയുണ്ട്. ആ വാഴയിൽ നിന്ന് ഒരാൾ വന്ന് ഇല വെട്ടിക്കൊണ്ട്, ഞാൻ മൈൻഡ് ചെയ്യുള്ളൂ. കാരണം അയാളെ അവിടെ നിന്ന് ഒരു ഇല വെട്ടിക്കൊണ്ട് എനിക്കിപ്പോ എന്താ, ഒരു വിഷയമല്ല. ഈ മൂന്ന് സ്ഥലത്തും ഇയാള് വന്നിട്ട് എന്റെ പറമ്പിൽ കയറി ഇല വെട്ടിയതാണ്. പക്ഷെ എന്റെ പറമ്പ് 5 സെന്റ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് അതിനോട് കുറിച്ച് ഇത് തന്നെയാണ് എന്റെ മനസ്സ് എന്ന് പറയുന്നത്. എന്റെ മനസ്സിന്റെ വലിപ്പം വളരെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടേക്ക് വരുന്ന ചെറിയൊരു സംഭവത്തെ അത് വലിയ മനസ്സാണെങ്കിൽ മൈൻഡ് ചെയ്യാത്ത ഒരു സംഗതി. അപ്പൊ ഈ ചെയ്ത പ്രവൃത്തിയല്ല പ്രശ്നം, എന്റെ മനസ്സാണ്. അപ്പൊ മാറ്റേണ്ടത് എന്റെ മനസ്സാണ്, വലിപ്പം കൂട്ടേണ്ടത് എന്റെ മനസ്സാണ്. ഉൾക്കൊള്ളാനുള്ള മനസ്സ്, പ്രശാന്തമായ ഒരു മനസ്സ് എനിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് പറ്റും ഞാനിങ്ങനെ അസ്വസ്ഥനാവുന്നത്, എല്ലാ കാര്യത്തിലും കയറി അസ്വസ്ഥനാവും. ഇപ്പോ ഞാന് കേൾക്കാറുണ്ട് ഈ ഇറാനും ഇസ്രയേലും തമ്മിൽ അവിടെ യുദ്ധം നടക്കും. ചില ആൾക്കാര് ഈ ഭയങ്കരമായിട്ട് അസ്വസ്ഥമായിട്ട് രണ്ടു കൂട്ടരുടെയും ഭാഗം വെച്ചുകൊണ്ട് പറഞ്ഞത്. ഞാന് അതിന് വലിയൊരു കൊടുക്കുന്നില്ല. കാരണം അവിടെ ഇപ്പോലെ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, സംഭവിക്കുന്ന പോലെ അതിനെ നോക്കി കാണുക എന്നുള്ളതല്ലാതെ ഞാൻ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ അസ്വസ്ഥനാവുന്നു? എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം എന്നുള്ളതല്ലാതെ അത് ഞാൻ അസ്വസ്ഥനാവേണ്ട കാര്യം. ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ട്. പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്തിട്ട് നമ്മൾ അസ്വസ്ഥനാകും. നമ്മളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി വെച്ചിട്ട് അതങ്ങനെ ആവണം ഇങ്ങനെ ആവണം. അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഒരു ബോംബിട്ടാലും ഞാൻ അസ്വസ്ഥനാവുന്ന കാര്യം. അത് അത് മനസ്സിലാക്കണം നമ്മള്, അത് ഉൾക്കൊള്ളുകയും വേണം. പക്ഷെ അസ്വസ്ഥനാവേണ്ട കാര്യം, അസ്വസ്ഥനാവുന്നത് സംഭവത്തിന്റെ ഗൗരവം കൊണ്ടല്ല, മറിച്ച് അത് ഞാൻ ഉൾക്കൊള്ളുന്ന രീതി കൊണ്ടാണ്. അങ്ങനെ രീതി ആവാൻ കാരണം എന്റെ മനസ്സിന്റെ വലിപ്പം വളരെ കുറഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചുകൂടി വിശാലമാക്കുകയാണെങ്കിൽ വളരെ സുഖമാണ്. അതായത് അതൊന്നും എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യത്തിന് മതിലോ ഞാൻ ചെയ്യാൻ. അതുകൊണ്ട് അവയെല്ലാം ഞാൻ ഉൾക്കൊള്ളാൻ, ആ ഉൾക്കൊള്ളാനുള്ള ഒരു ശാന്തമായ ഒരു മനസ്സിലേക്ക് വളരുകയാണ് എങ്കിൽ ഒരുപാട് സമാധാനം ഉണ്ടാവും. അല്ലെങ്കിലോ നമ്മൾ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. അതുകൊണ്ട് എന്നാലും ഇപ്പോഴും ഇതേ സംഗതി നോക്കൂ, നമുക്ക് മീറ്റിംഗിന്റെ അകത്തേക്ക് പോയാലും കാണാം. എന്നിരുന്നാലും ഇപ്പോഴും ഞങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചില ആളുകളെ അകത്തും പുറത്തും ഞങ്ങൾ നേരിടേണ്ടി വരാം. അകത്ത് ചെല്ലുന്ന സമയത്ത് എന്റെ കാഴ്ചപ്പാടുള്ള ഒരൊറ്റ ആള് അകത്തുണ്ടാവും. ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവരുണ്ടാവും അകത്ത് പോലും. പക്ഷേ ഇവരെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത എന്റെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിലും അതല്ലേ നല്ലത്. എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ എന്ത് രസമല്ലേ. ചെറുപ്പകാലത്തൊക്കെ പഠിച്ചൊരു കഥ ഓർമ്മ. ഈ പൂന്തോട്ടത്തില് ചെടികൾ പറയുന്നു, ചെടികൾ തമ്മിൽ തർക്കം കൂടിയിട്ട് കൂടിയാണ്. അപ്പൊ അവസാനം മുത്തശ്ശി വന്നിട്ട് പറയാണ്, ഈ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഇവിടത്തെ വൈവിധ്യമാണ്. ഇത്രയും വ്യത്യസ്തരായിട്ടുള്ള പൂക്കൾ ഉള്ളത് കൊണ്ടാണ് ഈ പൂന്തോട്ടം ഇത്ര മനോഹരമായത്. എല്ലാ പൂക്കളും ഒരുപോലെ ആയിരുന്നെങ്കിൽ ഈ പൂന്തോട്ടം കാണാൻ ആരും വരില്ല. ഇവിടെ വ്യത്യസ്ത തരം പൂക്കൾ ഉള്ളത് കൊണ്ടാണ് ഇത് കാണാൻ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അത് പണ്ട് ഞാൻ പഠിച്ചൊരു കഥ. അതേപോലെ ഈ ഒരു വീട്ടിൽ തന്നെ ഒരുപോലെ ഉള്ളവരാണെങ്കിൽ എന്ത് ഭംഗിയല്ലേ. എല്ലാവരും വ്യത്യസ്തരാണ് എങ്കിൽ വൈവിധ്യമായിട്ട് ആഘോഷമാക്കാം.
വൈവിധ്യങ്ങളെ ആഘോഷമാക്കാൻ പറയും. വ്യത്യസ്തതകളെ ആഘോഷമാക്കി. അങ്ങനെ ഈ വൈവിധ്യം ആണ് ശരിക്കും നമ്മളുടെ ശക്തിയും സമ്പത്തും. ഓരോരുത്തരും ഓരോ ടൈപ്പ് ആവട്ടെ, ഓരോ ടൈപ്പ് ആവണം. ആ ഓരോ ടൈപ്പുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായാലോ സൂപ്പറായി. അപ്പൊ വളരെ എന്റെ മനസ്സിനൊപ്പം ആക്കിയെടുക്കുന്നതിനപ്പുറത്ത് ഇവരെ എല്ലാം ആ വ്യത്യസ്തതയെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിലേക്ക് ഞാൻ വളർന്നാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ആ തരത്തില് അതേപോലെയാണ് എ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല ഒരൊറ്റ എ ഞങ്ങൾ ചിലപ്പോൾ പെരുമാറും. അതൊക്കെ എക്ക് പുറത്തുള്ള ഞങ്ങളുടെ സ്നേഹിതർ, സഹപ്രവർത്തകർ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എന്നിവർ ഞങ്ങൾ ഇപ്പോഴും കുടി തുടർന്നുവെന്ന് പല രീതിയിൽ പെരുമാറുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നമ്മളെ എന്താ പറയാ വളർത്താനുള്ള, നമ്മൾ വളരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഞാനതിവിടെ ചുരുക്കുകയാണ്. 11:30 ആവാൻ പോകുന്നു. ഏതായാലും ഇതൊരു മഹത്തായ വിഷയമാണ്. എനിക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. എനിക്ക് എങ്ങനെ വളരാൻ കഴിയും? ഞാൻ തടി കൊണ്ടല്ല, എന്റെ ശരീരം കൊണ്ടല്ല, എന്റെ മനസ്സ് ഞാൻ എങ്ങനെയാണ് വളർത്തിയത്? അത് വിശാലമായ ഒരു മനസ്സാണെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ലോകത്തെ മുഴുവൻ പ്രകൃതി പ്രതിഭാസങ്ങൾ. മഴ പെയ്യുമ്പോൾ അസ്വസ്ഥനാവേണ്ടതില്ല, വെയിൽ തെളിയുമ്പോൾ അസ്വസ്ഥനാവേണ്ടതില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിൽ അസ്വസ്ഥനാവേണ്ടതില്ല. ഒരു കാര്യത്തിനും അസ്വസ്ഥത വരാത്ത ഒരു കാലം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെയും സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതെങ്ങനെ സംഭവിക്കുന്നു? എല്ലാം ഉൾക്കൊള്ളാൻ ഉള്ള ഒരു വലിയ മനസ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പ്രയാണം നടത്താം. അതിന് നമുക്ക് തീർന്നിട്ടില്ല. നല്ല വിഷയം ചർച്ചയാച്ച വീണ്ടും ചർച്ച ചെയ്യാം. അത് കേട്ടതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. താങ്ക് യു വിജയൻ മാഷ്. ഇത്ര നേരം ഞങ്ങളോടൊത്ത് സുബോധ ജീവിതത്തെക്കുറിച്ച്, അതും എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട്. നമ്മുടെ സമയം ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കഴിയാറായി.